കഥ തുടരുന്നു. കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഹരികൃഷ്ണന്റെ മൊബൈൽ ശബ്ദിച്ചത്. അവൻ അതെടുത്ത് നോക്കി. പൂർണിമയാണ് വിളിക്കുന്നത്. ഗുഡ് മോർണിംഗ് പൂർണിമ, എന്താണ് വിശേഷിച്ച്? ഹരികൃഷ്ണൻ ഇപ്പോൾ എവിടെയാണ്? വീട്ടിലാണ്. ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാമോ? അത്യാവശ്യമാണോ? ഞാൻ കോളേജിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഒന്ന് വരൂ, വേഗം വിട്ടേക്കാം. എന്തോ തക്കതായ കാര്യമുണ്ടായിട്ടാണ് പൂർണിമ വിളിക്കുന്നതെന്ന് ഹരികൃഷ്ണന് തോന്നി. ഞാനിതാ വരുന്നു. അവൻ വേഗം ഡ്രസ് ചെയ്ത് മുറിയിൽ നിന്നിറങ്ങി. സിറ്റ് ഔട്ടിൽ സുമതികുട്ടിയമ്മ ഉണ്ടായിരുന്നു. നീ കോളേജിലേക്കല്ലേ? അവൻ്റെ കയ്യിൽ ബുക്കുകളോ ഫയലോ ഒന്നും കാണാഞ്ഞ് അവർ ചോദിച്ചു. അല്ലമ്മേ, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിട്ട് വരാം. മനസ്സിലാകാത്ത മട്ടിൽ സുമതികുട്ടിയമ്മ അവനെ ഒന്ന് നോക്കി. ഡോക്ടർ പൂർണിമ ഇപ്പോൾ വിളിച്ചു, എന്തോ കാര്യമുണ്ട്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾ എന്നെയല്ലേ വിളിക്കേണ്ടത്? സുമതികുട്ടിയമ്മ ചോദിച്ചു. ഇത് പേഴ്സണലായിരിക്കും. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഹരികൃഷ്ണൻ ചെന്ന് കാറിൽ കയറി. പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ട് സുമതികുട്ടിയമ്മ തിരിഞ്ഞു നോക്കി. രമേശൻ നായരായിരുന്നു അത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. ഇത്ര പെട്ടെന്ന് അവർ അടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല രമേശ. എല്ലാം നല്ലതിനാവട്ടെ. ഈ അടുത്ത ദിവസങ്ങളെല്ലാം അവർ രണ്ടുപേരും കുറേയേറെ സംസാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യമാണെങ്കിൽ അവൾ ചേച്ചിയോടോ എന്നോടോ അല്ലേ സംസാരിക്കേണ്ടത്? പേഴ്സണൽ കാര്യമാണെന്നാണ് അവൻ പറഞ്ഞത്. ഹരികൃഷ്ണൻ ചെന്നപ്പോൾ പൂർണിമ അവളുടെ കൺസൾട്ടിംഗ് റൂമിൽ വേവലാതിയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ കാർത്തിക മിസ്സിംഗ് ആണ്. രാവിലെ ഞാൻ റൗണ്ട്സിന് ചെന്നപ്പോൾ അവൾ റൂമിലില്ല, പൂർണിമ പറഞ്ഞു. അതുകൊണ്ട് മിസ്സിംഗ് ആകണമെന്നുണ്ടോ? നിസ്സാരമട്ടിൽ അവൻ ചോദിച്ചു. റൂമിൽ നിന്ന് ഈ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. കയ്യിലിരുന്ന കടലാസ് കഷ്ണം അവൾ ഹരികൃഷ്ണന് കൊടുത്തു. അവൻ അത് വായിച്ചു നോക്കി. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് വയ്യ. ഞാൻ പോകുന്നു. ഹരികൃഷ്ണ മുഖമുയർത്തി പൂർണിമയെ നോക്കി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു? ആദ്യോടെ അവൻ ചോദിച്ചു. ഇന്നലെ വന്ന പേഷ്യൻ്റല്ലേ? സ്റ്റാഫിനൊന്നും അവളെ പരിചയമില്ലല്ലോ. ആർക്കും ഒരു സംശയവും തോന്നിക്കാണത്തില്ല, പൂർണിമ പറഞ്ഞു. എവിടേക്കായിരിക്കും അവൾ പോയത്? എറണാകുളത്തേക്കായിരിക്കും. ഞാൻ സുചിത്ര ചേച്ചിയെ വിളിച്ച് ചോദിക്കാം. എന്തായാലും ഇക്കാര്യം ഡോക്ടറെയും രമേശനങ്ങളെയും അറിയിക്കണ്ടേ? അമ്മയോടും കുഞ്ഞമ്മാവനോടും ഞാൻ പറഞ്ഞോളാം. പൂർണിമ ചേച്ചിയെ വിളിച്ച് വിവരം പറ, ഹരികൃഷ്ണൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ അവൾ സുചിത്രയെ വിളിച്ചു. ചേച്ചി, കാർത്തിക അവിടെ വന്നോ? പൂർണിമ ചോദിച്ചു. നീ എന്താ മോളെ ഈ ചോദിക്കുന്നത്? കാർത്തികയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുമല്ലേ? കാർത്തികയെ കാണാനില്ലെന്ന കാര്യം പൂർണിമ അവളോട് പറഞ്ഞു. സുചിത്ര ഞെട്ടി. അവൾ പിന്നെ എവിടെ പോയി? എനിക്കൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് കക്ഷി അപ്രത്യക്ഷയായിരിക്കുന്നത്. പൂർണിമ അത് വായിച്ച് കേൾപ്പിച്ചു. അബോർഷൻ നടത്താൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു മോളെ. ഞാനാണ് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത്, സുചിത്ര പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് അനധികൃതമായി ഇറങ്ങിപ്പോയാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവിടുത്തെ റൂള്. അതൊന്നും വേണ്ട മോളെ, അവൾ ഇവിടെ തന്നെ വരും. അന്നേരം ഞാൻ വിളിക്കാം. ഹരികൃഷ്ണൻ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് സുജിത്ത ചേച്ചി പറഞ്ഞത്, പൂർണിമ അറിയിച്ചു. ഹരികൃഷ്ണൻ ഒരു നിമിഷം ആലോചിച്ചു. അഡ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് കാർത്തികയെ ഡിസ്ചാർജ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ കാർത്തിക ഇപ്പോഴും ഹോസ്പിറ്റലുണ്ടെന്ന് അക്കൗണ്ട്സ് സെക്ഷനിലുള്ളവർ വിചാരിക്കും. ബിൽ തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഹരികൃഷ്ണൻ പറഞ്ഞു. അത് നേരാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവളെ ഡിസ്ചാർജ് ചെയ്ത് എന്ന് എഴുതി ഓഫീസിൽ കൊടുക്ക്. അവർ ബില്ല് തയ്യാറാക്കും. അത് വാങ്ങി എനിക്ക് തന്നാൽ മതി. ഞാനത് സെറ്റിൽ ചെയ്തോളാം, അവൻ പറഞ്ഞു. എന്തിനാണ് ഇക്കാര്യത്തിൽ ഹരി ഇത്ര താല്പര്യമെടുക്കുന്നത്? മനസ്സിലാകാത്ത മട്ടിൽ പൂർണിമ ചോദിച്ചു. ജ്യോതി ഒരു പാവം കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞതേയുള്ളൂ. ഭർത്താവ് കാരണം അവളുടെ മധുവിധുവിൽ കണ്ണീർ കലരാൻ പാടില്ല. ഒരു ക്ലാസ്മേറ്റ് എന്ന നിലയിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നു. ഹരി പറഞ്ഞത് പൂർണ്ണമായി വിഴുങ്ങാൻ അവൾ തയ്യാറായില്ല. പക്ഷേ ഒന്നും പറഞ്ഞില്ല. ജ്യോതിയുടെ ഹസ്ബൻഡ് തന്നെയാണ് കാർത്തികയുടെ കാമുകൻ. ഇന്നലെ എനിക്കത് മനസ്സിലായി, പൂർണിമ പറഞ്ഞു. എങ്ങനെ മനസ്സിലായി? ഹരികൃഷ്ണൻ ചോദിച്ചു. എൻ്റെ കയ്യിൽ ജ്യോതിയുടെയും രമേഷിൻ്റെയും വിവാഹ ഫോട്ടോ ഉണ്ടായിരുന്നു. കാർത്തിക അത് കണ്ടു. ഫോട്ടോ അവൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അയാളാണ് കാരണക്കാരനെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എങ്ങനെ? പറഞ്ഞത് അബദ്ധമായെന്ന് ഹരികൃഷ്ണന് അപ്പോഴാണ് മനസ്സിലായത്. പാലായിൽ ആ പേരിൽ വേറെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാരില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു. പാവം ജ്യോതി, പൂർണിമ പറഞ്ഞു. എന്തായാലും തൽക്കാലം അവളൊന്നും അറിയണ്ട. എന്നെ വിളിച്ചതിന് താങ്ക്സ്. കൂടുതലൊന്നും പറയാതെ ഹരികൃഷ്ണൻ വീട്ടിലേക്ക് പോയി. പൂർണിമ അവനെ നോക്കി നിന്നു. എന്തോ ചില രഹസ്യങ്ങൾ ഹരികൃഷ്ണൻ തന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. എങ്ങനെയും അത് കണ്ടുപിടിക്കണം, അവൾ തീരുമാനിച്ചു. സുചിത്ര അന്ന് ഓഫീസിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയപ്പോൾ റൂമിൽ കാർത്തികയുണ്ട്. കിടക്കയിൽ കൂനിക്കൂടി ഇരിക്കുകയായിരുന്നു അവൾ. സുചിത്ര ചെന്നപ്പോൾ ഭീതിയോടെ അവൾ തലയുയർത്തി നോക്കി. നിന്നെ ഇത്ര വേഗം ഡിസ്ചാർജ് ചെയ്തോ? ഒന്നും അറിയാത്ത മട്ടിൽ സുചിത്ര ചോദിച്ചു. ഞാൻ ഒളിച്ചോടി പോകുന്നതാണ്. എന്തിന്? എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. അക്കാര്യം നിനക്ക് പൂർണിമയോട് പറഞ്ഞിട്ട് നേരായ മാർഗത്തിൽ പോരാമായിരുന്നു. ഞാനല്ലേ നിന്നെ അവിടെ കൊണ്ട് ചെന്നാക്കിയത്. എന്നെ നാണം കെടുത്തണമായിരുന്നോടി, സുചിത്ര അരിശപ്പെട്ടു. സോറി, അതൊന്നും ഞാൻ ഓർത്തില്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്നേ ഉള്ളായിരുന്നു എനിക്ക്. നിന്റെ ആങ്ങള മരിച്ചപ്പോഴാണോ തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താനുള്ള ധൈര്യം നിനക്ക് കിട്ടിയത്? ആര് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലെന്ന്? അച്ഛനുള്ള കുഞ്ഞിനെ തന്നെ ഞാൻ പ്രസവിക്കും. അവകാശം പറഞ്ഞു ചെല്ല്, അയാൾ നിന്നെ ആട്ടി ഇറക്കും. കാർത്തിക അതിന് മറുപടി പറഞ്ഞില്ല. സുചിത്ര അടുത്ത് ചെന്ന് അവളുടെ അടുത്തിരുന്നു. എന്നിട്ട് ചുമലിൽ കൈ മെല്ലെ
തലോടി. പ്രസവിക്കാമെന്നും വളർത്താമെന്നൊക്കെ ഇപ്പോൾ നിനക്ക് തോന്നും. അതിനൊക്കെ ചിലവില്ലേ മോളെ? നിനക്ക് ജോലിയോ വരുമാനമോ ഉണ്ടോ ഇപ്പോൾ? നീ പഠിക്കുന്നതല്ലേ ഉള്ളൂ. പാസ്സായി കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടിയിട്ട് മതി ഇത്തരം സാഹസങ്ങൾ. കാർത്തിക മിണ്ടിയില്ല. അവൾ അപ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. രമേഷ് ഓഫീസിലിരിക്കുമ്പോഴാണ് അയാളുടെ മൊബൈൽ ഒരു കോൾ വന്നത്. പരിചയമില്ലാത്തൊരു നമ്പർ. അയാൾ അതെടുത്തു. രമേഷ് സാറല്ലേ? ഒരു പുരുഷ സ്വരം ചോദിച്ചു. അതെ, എൻ്റെ പേര് ഹനീഫ. ഞാനിപ്പോൾ മഹാറാണി ഹോട്ടലിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിനൊന്ന് കാണണമല്ലോ. ഇങ്ങോട്ട് വരുന്നോ അതോ ഞങ്ങൾ അങ്ങോട്ട് വരണോ? ആരാ നിങ്ങൾ? എൻ്റെ കൂടെ ജിമ്മിയും അനീഷുമുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഡ്രൈവർ സുഭാഷിനെ ഞങ്ങളാണ് കൈകാര്യം ചെയ്തത്. രമേഷ് ഞെട്ടിപ്പോയി. നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? സാറിനൊന്ന് കാണണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഏത് റൂമിലാണ്? രമേഷ് പെട്ടെന്ന് ചോദിച്ചു. റൂം നമ്പർ 206. പിന്നൊരു കാര്യം, ഞങ്ങളെ ഒറ്റ കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. സാറിൻ്റെ പുത്തൻ ഭാര്യ നാളെ മുതൽ വിധവയായിരിക്കും. രമേഷ് വിയർത്തു. ഇല്ല, ഞാൻ വരാം. അയാൾ അപ്പോൾ തന്നെ കാറെടുത്ത് ഹോട്ടലിലേക്ക് ചെന്നു. 206 നമ്പർ മുറിയിൽ ആരോഗ്യവാന്മാരായ 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു. കണ്ടാൽ വാടക കൊലയാളികളാണെന്ന് തോന്നുകയില്ല. സൗമ്യമായ മുഖഭാവം. സാർ ഇരിക്കേ. സാറിനെ സുഭാഷ് ശല്യപ്പെടുത്തുന്നതെന്ന് ഒഴിവാകാനാണ് ഒന്ന് പേടിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. അതിന് ചെറിയ തുകയെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. സാർ അത് തരികയും ചെയ്തു. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ജിമ്മി പറഞ്ഞു. രമേഷ് തലയാട്ടുകയേ ചെയ്തുള്ളൂ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും സുഭാഷിൽ നിന്ന് സാറിന് ശല്യം ഉണ്ടാകാത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചത്. ഒരാളെ തട്ടിക്കളയാൻ ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് 3 ലക്ഷം രൂപയാണ്. പക്ഷേ സുഭാഷിനെ കൊല്ലാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. അതിന് 1 ലക്ഷം ഞങ്ങൾ ഇളവ് തരാം. ബാക്കി 2 സാർ ഞങ്ങൾക്ക് തന്നാൽ മതി. പറ്റില്ല, കൊല്ലാൻ ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ പേരിൽ ഒറ്റ രൂപ പോലും ഞാൻ തരില്ല. ജിമ്മി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ഹനീഫയും അനീഷും നിർവികാരതയോടെ രമേഷിൻ്റെ പിന്നിൽ നിന്നതേയുള്ളൂ. കൊലപാതകം നടത്തിയവനെ പോലെ ശിക്ഷാർഹനാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചവനും. പക്ഷേ സാറിനെ ഞങ്ങൾ പോലീസുകാർക്ക് കൊടുക്കത്തില്ല. പകരം ഞങ്ങൾ ഇങ്ങെടുക്കും. ഞൊടിയിടയ്ക്കുള്ളിൽ രമേഷിൻ്റെ കഴുത്തിൽ നീല നിറത്തിലുള്ള ഒരു നൈലോൺ ചുരിദാറൻ ഷാൾ മുറുകി. 1 മിനിറ്റ് തരാം തീരുമാനമെടുക്കാൻ, ജിമ്മി പറഞ്ഞു. എന്നെ കൊല്ലല്ലേ, പണം ഞാൻ തരാം. കൈകൾ രണ്ടുമെടുത്ത് രമേഷ് പറഞ്ഞു. മറ്റന്നാൾ തുക കിട്ടണം. ക്യാഷായിട്ട് എവിടെ വരണമെന്ന് മറ്റന്നാൾ ഞങ്ങൾ പറയാം. അല്പനേരം കൂടി കഴിഞ്ഞാണ് രമേഷിനെ അവർ വിട്ടത്. ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ അയാൾക്ക് തോന്നിയില്ല. കാറിൽ അയാൾ വെറുതെ ചുറ്റിത്തിരിഞ്ഞു. ബാങ്കിൽ 2 ലക്ഷം രൂപ കാണുകയില്ല. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കാം. പക്ഷേ 2 ആഴ്ചയെങ്കിലും കഴിയും അത് കിട്ടാൻ. പിന്നെന്ത് മാർഗം? ജ്യോതിയുടെ പേരിൽ 5 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. അവളുടെ അച്ഛൻ സ്ത്രീധനമായി തന്നത്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് 2 ലക്ഷം അവളോട് വാങ്ങിക്കാം. പക്ഷേ എന്ത് നുണ പറയും? വൈകുന്നേരം രമേഷ് രാമപുരത്ത് പോയില്ല. പകരം നേരെ ചങ്ങനാശ്ശേരിക്ക് കാർ വിട്ടു. സന്ധ്യ കഴിഞ്ഞു അയാൾ നന്ദനത്തിൽ ചെന്നപ്പോൾ. അന്ന് ചെല്ലുമെന്ന് രമേഷ് പറഞ്ഞിരുന്നില്ല. അത് കാരണം അയാളെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ജ്യോതിക്ക് വലിയ സന്തോഷമായി. എന്താ പെട്ടെന്നൊരു മനമാറ്റം? ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്ത് മനമാറ്റം? അല്ല, ഇന്നിങ്ങോട്ട് വരാൻ തോന്നിയത്. വീട്ടിൽ ചെന്നാൽ ഒരു രസവുമില്ല. എപ്പോഴും എനിക്ക് നിന്നെക്കുറിച്ചുള്ള ചിന്തയാ. നിൻ്റെ ക്ലാസ്സുകൾ തീരാൻ നോക്കിയിരിക്കുക ഞാൻ. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഒരു 2 മാസം കൂടി ക്ഷമിക്കാൻ പൊന്നെ. അത് കഴിഞ്ഞാൽ ഞാനങ്ങ് വരില്ലേ? അതുവരെ നമുക്കിങ്ങനെ കാണാം. രമേഷിനെ കുളിക്കാൻ അവൾ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു. കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഉടുക്കാൻ അലക്കിയ മുണ്ടും ഷർട്ടും എടുത്തു വെച്ചത്. ഭാര്യയെ കാണാൻ ഭർത്താവ് ദിവസവും ഇങ്ങനെ വന്നാൽ ഭാര്യയുടെ വിദ്യാഭ്യാസം കുന്തമാകും. സീമ അവളെ കളിയാക്കി. അസൂയ നന്നല്ല മോളെ, ജ്യോതി തിരിച്ചു പറഞ്ഞു. ചേച്ചിയും അഞ്ചത്തെയും കളി പറഞ്ഞ് രസിക്കുമ്പോൾ രമേഷിൻ്റെ തല പുകയുകയായിരുന്നു. എന്ത് പറഞ്ഞ് 2 ലക്ഷം രൂപ മേടിക്കും? കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് അയാളുടെ മനസ്സിൽ ഒരു വഴി തുറന്നു കിട്ടി. ചിലപ്പോൾ അത് ഫലിച്ചേക്കും. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. രമേഷ് വന്നത് കാരണം പത്മാവതി അമ്മ സ്പെഷ്യൽ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നത് വലിയ ക്ഷീണമല്ലയോ രമേഷ്? ആഴ്ചയിൽ ഒരിക്കൽ വന്നാലും പോരെ? വാസ്തവ കൈമൾ ചോദിച്ചു. പെട്രോൾ കുറേ കത്തും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങളെല്ലാവരും മൊത്ത് ഇങ്ങനെ ഇരിക്കുന്ന സുഖമോർക്കുമ്പം അതൊരു വലിയ ചിലവൊന്നും അല്ല അച്ഛാ, രമേഷ് പറഞ്ഞു. സ്നേഹത്തോടെ ജ്യോതി അയാളെ ഒന്ന് നോക്കി. ഉറങ്ങാനായി അവൾ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ രമേഷ് ചിന്താമഗ്നായി സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇത്ര കടുത്ത ആലോചന? അവൾ ചെന്ന് അയാളുടെ അടുത്തിരുന്നു. ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തപ്പോഴും രമേശേട്ടൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. അയാളൊന്നും മിണ്ടിയില്ല. എന്താ രമേശേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ തലവേദനകൾ അറിയിച്ച് നിന്നെ കൂടി വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ. നമുക്ക് കിടന്നുറങ്ങാം. അയാൾ സിഗരറ്റ് ഞരിച്ച് കെടുത്തിയിട്ട് ജനാലയിലൂടെ പുറത്തേക്ക് എറിഞ്ഞു.
ജ്യോതി അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അപ്പോൾ രമേശ് ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല, ഇടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു. എന്താ അങ്ങനെ നീ പറഞ്ഞത്? ഏട്ടൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കേണ്ടവളല്ലേ ഞാൻ? അതൊക്കെ പറയാൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് സ്ഥാനമാണ് ഏട്ടൻ്റെ ജീവിതത്തിലുള്ളത്? അവൾ കരയാൻ തുടങ്ങി. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നതിൽ രമേശിന് സന്തോഷം തോന്നി. പറയാം മോളെ, ഓഫീസിൽ ചെറിയ പ്രശ്നമുണ്ട്. അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപയുടെ കുറവ്. നാളെ ഓഡിറ്റർ വരും. അത് കണ്ടുപിടിച്ചാൽ എനിക്ക് സസ്പെൻഷൻ ഉറപ്പ്. ജ്യോതി ഞെട്ടി. എങ്ങനെയാണ് അത്രയും രൂപ കുറവ് വന്നത്? കണ്ടുപിടിക്കണം. ഇന്നലെ മുതൽ ഞങ്ങൾ ഓഫീസിലുള്ളവരെല്ലാം അതിൻ്റെ പരിശോധനയിലാണ്. വക മാറി എപ്പോഴോ ചെലവഴിച്ചതാണെന്ന് തോന്നുന്നു. 2 ലക്ഷം നാളെ തിരിച്ചടിച്ചാൽ പ്രശ്നം തീരില്ലേ? തീരും. ബാങ്കിൽ 5 ലക്ഷം കിടപ്പുണ്ടല്ലോ. അച്ഛനെ കൊണ്ട് നാളെ 2 ലക്ഷം ഞാൻ അടുപ്പിച്ച് തരാം. രമേശ് ഏട്ടൻ വിഷമിക്കേണ്ട. എന്തിനാ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ ചെക്ക് എഴുതി തന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. ജ്യോതി അപ്പോൾ തന്നെ ചെക്ക് ബുക്ക് എടുത്ത് 2 ലക്ഷം രൂപ എഴുതി. തൽക്കാലം ആരും അതറിയണ്ട. നീ കൂടി നാളെ ബാങ്കിൽ വരണം. ഞാൻ ചെന്നാൽ ക്യാഷ് തരില്ല, രമേശ് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജ്യോതിയെ കോളേജിൽ കൊണ്ടുവിടാൻ എന്ന ഭാവത്തിൽ അവളെയും കൊണ്ട് അയാൾ ബാങ്കിലേക്ക് പോയി. 2 കെട്ടുകളായി 2 ലക്ഷം രൂപ കിട്ടി. നാളെ ഞാൻ വരാം, അവളെ കോളേജിൽ കൊണ്ട് ചെന്ന് വിട്ടിട്ട് രമേശ് പറഞ്ഞു. അങ്ങ് ചെന്നിട്ട് വിളിക്കണേ. വിളിക്കാൻ മോളെ. അന്ന് വൈകുന്നേരം വാസുദേവ കൈമൾ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ജ്യോതിയെ വിളിപ്പിച്ചു. നീ ഇന്ന് രാവിലെ ബാങ്കിൽ പോയിരുന്നോ? അദ്ദേഹം ചോദിച്ചു. അവളൊന്ന് പകച്ചു. എങ്ങനെ അറിഞ്ഞു അച്ഛൻ കാര്യം? പോയിരുന്നച്ചാ? ആര് പറഞ്ഞു? ഞങ്ങളുടെ ഓഫീസിലെ പ്രഭാകരൻ പിള്ളയാ പറഞ്ഞത്. അയാൾ അന്നേരം അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ പോയത്? പണമെടുക്കുന്ന പ്രഭാകരൻ പിള്ള കണ്ടു കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. രമേശന് കുറച്ച് ക്യാഷ് വേണമായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തത്. എത്ര എടുത്തു? 2 ലക്ഷം. വാസുദേവ കൈമളൊന്ന് ഞെട്ടി. എന്തിനാ ഇപ്പം അത്രയും രൂപ? രമേശൻ്റെ ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ടായച്ചാ? രമേശ് പറഞ്ഞ കഥ അതേപടി അവൾ കൈമളോട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് വീട്ടിൽ പറയണ്ടേ? തന്നെയുമല്ല, ബാങ്കിൽ കിടക്കുന്ന പണം നിൻ്റേതാണെങ്കിലും അത് തന്നത് അച്ഛനാണ്. അതെടുക്കുമ്പോൾ എന്നോടൊരു വാക്ക് നിനക്ക് പറയാമായിരുന്നു. അച്ഛന് നീരസമുണ്ടായി എന്ന് ജ്യോതിക്ക് മനസ്സിലായി. പത്മാവതി ടീച്ചറും സീമയും അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തു തന്നെയായാലും നീ ചെയ്തത് തെറ്റായിപ്പോയി മോളെ, പത്മാവതി അമ്മ പറഞ്ഞു. വീട്ടിൽ അക്കാര്യം അറിഞ്ഞുവെന്ന് അന്ന് രാത്രിയിൽ തന്നെ രമേശിനെ ജ്യോതി അറിയിച്ചു. ഇത്തരം പിടിപ്പുകെട്ടവളായി പോയല്ലോ നീ. എന്തിനാണ് അതൊക്കെ വീട്ടിൽ വിളമ്പിയത്? ആരും അറിയരുതെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? അയാൾ കുറച്ച് മുഷിഞ്ഞ് സംസാരിച്ചു. ജ്യോതി കുറെ കരഞ്ഞു. പിറ്റേന്ന് പതിവിന് നേരത്തെ വാസുദേവ കൈമൾ ഓഫീസിൽ നിന്നെത്തി. അസാധാരണമായ വിധം ഗൗരവം നിറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത്. രമേശ് കള്ളമ്മ പറഞ്ഞത്. അവൻ്റെ ഓഫീസിൽ ഒരു പ്രശ്നവുമില്ല. ഒരൊറ്റ രൂപ പോലും കണക്കിൽ നിന്ന് കുറവില്ല, അദ്ദേഹം പറഞ്ഞു. ജ്യോതി അമ്പരന്ന് പോയി. അച്ഛനെങ്ങനെ അറിഞ്ഞു ഇക്കാര്യം? അവൾ ചോദിച്ചു. ഒന്നുമില്ലെങ്കിലും അവൻ എൻ്റെ മരുമകനല്ലേ, എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അവൻ്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് തന്നെ എന്നോട് പറഞ്ഞത്. ജ്യോതി പകച്ചു. മൊബൈൽ ബെല്ലടിച്ചപ്പോൾ രമേശ് അതെടുത്ത് നോക്കി. നമ്പർ കണ്ട് അയാളൊന്ന് ഞെട്ടി. ഹലോ. ആ കോൾ എടുത്ത് രമേശ് പറഞ്ഞു. രമേശ് സാറല്ലേ? പ്രതീക്ഷിച്ച ചോദ്യം വന്നു. അതെ, ഹനീഫയാണ് വിളിക്കുന്നത്. സാരിപ്പോൾ എവിടെയാണ്? തികച്ചും സൗമ്യമായ സ്വരത്തിലായിരുന്നു അത്. വീട്ടിലാണ് ഞാൻ. ഞങ്ങൾ പാലായിലുണ്ട്. വഴി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരി, എവിടെ വെച്ച് തമ്മിൽ കാണാമെന്ന് മൊബൈലിലേക്ക് വിളിച്ച് ഞാൻ പറയാം. പെട്ടെന്ന് ഫോൺ കട്ടായി. കവറിലിട്ട് ഒട്ടിച്ച 2 ലക്ഷം രൂപ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിലിട്ട് രമേശ് മുറിയിൽ നിന്നിറങ്ങി. സുരാജിനെയും ശശാങ്കനും മുൻവശത്തെ മുറിയിലുണ്ടായിരുന്നു. ഈ നേരത്ത് നീ ഇതെവിടെ പോവാ രമേശേ? അയാൾ വേഷം മാറിയത് കണ്ട് സുരാജിനെ ചോദിച്ചു. അജിത്തിനെ ഒന്ന് കണ്ടിട്ട് വരാം ചേച്ചി, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അധികം വൈകല്ലേ? ഇല്ല. കാറിൻ്റെ ഡാഷ്ബോർഡിൽ വച്ച് രൂപ പൂട്ടി. വണ്ടി കുറേ ഓടിയപ്പോഴാണ് വീണ്ടും ഹനീഫിൻ്റെ വിളി വന്നത്. സാർ, ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ? അതെ. കാർ നിർത്തി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങൾ അവിടെ വന്നോളാം. രമേശ് വണ്ടി നിർത്തി റോഡ് സൈഡിലേക്ക് ഒതുക്കിയിട്ട് കാത്തിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത സാൻഡ്രോ കാർ പാഞ്ഞു വന്ന് അല്പം മുന്നോട്ട് ഓടിയിട്ട് പെട്ടെന്ന് വന്നു. പിന്നെ കാർ റിവേഴ്സ് എടുത്ത് രമേശിൻ്റെ കാറിൻ്റെ സമീപം വന്ന് നിന്നു. കാറിൽ നിന്ന് ഹനീഫയും ജിമ്മിയും അനീഷും ഇറങ്ങി. റോഡിലെ ഇരുട്ടിൽ അവരുടെ മുഖങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുകയില്ലായിരുന്നു. പണം കയ്യിലുണ്ടോ? ജിമ്മി ചോദിച്ചു. ഉണ്ട്. എടുക്ക്, ജിമ്മി ആവശ്യപ്പെട്ടു. ഡാഷ്ബോർഡ് തുറന്നു കവറെടുത്ത് രമേശ് അത് ജിമ്മിയുടെ കയ്യിൽ കൊടുത്തു. 2 ലക്ഷം രൂപയുണ്ട്, എണ്ണി നോക്കിയിട്ട് പറ, രമേശ് പറഞ്ഞു. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്, പക്ഷേ പണം കുറവുണ്ടെങ്കിൽ ഈ കളിയും ചിരിയും ഒക്കെ മാറും. രമേശ് ഒന്നും മിണ്ടിയില്ല. പണമടങ്ങിയ കവർ ജിമ്മി ഉടൻ തന്നെ അനീഷിൻ്റെ കയ്യിൽ കൊടുത്തു. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് രമേശ് പറഞ്ഞു. എന്താണ്? ഹനീഫ് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ പണം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ കണ്ടുമുട്ടാൻ ഇടവരരുത്. ഇല്ല സാറേ, ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവരാണ്. ഗുഡ് നൈറ്റ്.
3 പേരും കാറിൽ കയറി യാത്രയായി. രമേശ് 1 മിനിറ്റ് കൂടി കാറിൽ തന്നെ ഇരുന്നു. 2 ലക്ഷം പോയി കിട്ടി, ആ നശിച്ച പെണ്ണു കാരണം. പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ജ്യോതിയുടെ വീട്ടിലെ നമ്പറാണ്. ഹലോ, രമേശേട്ട എവിടെയാണ്? ജ്യോതി ചോദിച്ചു. ഒട്ടും മൃദുവല്ല അവളുടെ സ്വരമെന്ന് രമേശിന് തോന്നി. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ? ഇപ്പോഴാണ് ഓഫീസിൽ നിന്നിറങ്ങിയത്? അതെ, കുറച്ച് ജോലി തീർക്കാനുണ്ടായിരുന്നു. ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ തീർത്തോ? ഉവ്വ്. 2 ലക്ഷം രൂപ ട്രഷറിയിൽ അടച്ചു. അതോടെ എനിക്ക് മനസ്സമാധാനം കിട്ടി. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജോലി തെറിച്ചേനെ. ഓഫീസിൽ ആരും ഇക്കാര്യം അറിഞ്ഞില്ലേ? എല്ലാവരും അറിഞ്ഞു. സത്യത്തിൽ എല്ലാവരും കൂടെ ഷെയറിട്ടാണ് അടയ്ക്കേണ്ടിരുന്നത്. എൻ്റെ മാന്യത കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അടച്ചു. പെട്ടെന്ന് ജ്യോതി നിശബ്ദയായി. എന്തുണ്ട് മോളെ അവിടെ വിശേഷം? രമേശ് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ നാളെ വരാം. നാളെ തീർച്ചയായും വരണം. ജ്യോതി മെല്ലെ റിസീവർ വച്ചു. പിറ്റേന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് രമേശ് നേരെ ചങ്ങനാശ്ശേരിയിലേക്കാണ് പോയത്. അയാൾ എത്തിയപ്പോൾ നന്ദനത്തിൽ പതിവില്ലാത്ത ശ്മശാന മൂകതയായിരുന്നു. എന്തു പറ്റി ഇവിടെ? എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത? ജ്യോതിയോട് അയാൾ ചോദിച്ചു. രമേശേട്ടൻ വാ. അവൾ അയാളെയും കൊണ്ട് മുറിയിലേക്ക് പോയി. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാമോ? എന്താണ്? അയാളൊന്ന് പകച്ചു. എന്നോട് ഇന്നലെ 2 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയത് എന്തിനാണ്? അയാൾ ചെറുതായി ഞെട്ടി. മുഖം വിളറിയത് ജ്യോതി കാണാതിരിക്കാൻ രമേശ് ഭിത്തിക്ക് നേരെ മുഖം തിരിച്ചു. പിന്നെ പാൻസും ഷർട്ടും മാറ്റി ഒരു ലുങ്കി എടുത്തെടുത്തു. എന്താ മോളെ അങ്ങനെ ചോദിച്ചേ? നമ്മൾ രഹസ്യമായി ചെയ്തത് ഇവിടെ എല്ലാവരും അറിഞ്ഞോ? അച്ഛനറിയാതെ എന്തിനാണ് അത്രയും വലിയ സംഖ്യ ബാങ്കിൽ നിന്ന് എടുത്തതെന്ന് ചോദിച്ചു. ഓ, അതാണോ കാര്യം? നിനക്ക് നിൻ്റെ അച്ഛൻ തന്ന പണം എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി കുറച്ച് അതിൽ നിന്ന് എടുത്തു. അതിത്ര വലിയ മഹാപരാധമായി പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈർഷ്യയുണ്ടായിരുന്നു രമേശിൻ്റെ സ്വരത്തിൽ. അതല്ല രമേശേട്ട കാര്യം. എന്തിനു വേണ്ടിയാണ് ആ രൂപ ഉപയോഗിച്ചത്? അതറിയാനുള്ള അവകാശം എനിക്കില്ലേ? ജ്യോതി ചോദിച്ചു. തീർച്ചയായും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി. അതിരിക്കട്ടെ, ഇവിടെ എല്ലാവരും ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? നമ്മൾ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ അച്ഛൻ്റെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു. രമേശ് അമർത്തിയൊന്ന് മൂളി. 2 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. നാളെ തന്നെ ഞാനത് എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി ബാങ്കിൽ അടച്ചേക്കാം പോരെ? ഗൗരവസ്വരത്തിൽ അയാൾ പറഞ്ഞു. അയ്യോ രമേശേട്ടാ, എന്തായി പറയുന്നത്? ഇവിടെ ആരും രൂപയുടെ കാര്യം വേണ്ടിയത് പോലുമില്ലല്ലോ. വെള്ളം ചൂടായിട്ടുണ്ട്, ചെന്ന് കുളിച്ചിട്ട് വരൂ, ജ്യോതി പറഞ്ഞു. തൽക്കാലം എല്ലാം മടങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായി. എങ്കിലും ചെറിയ പാളിച്ച പറ്റി. ഭാവിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. രമേശ് കുളിക്കാൻ പോയി. ജ്യോതിയെ വാസ്തവ കൈമൾ വിളിപ്പിച്ചു. പത്മാവതി ടീച്ചറും ഉണ്ടായിരുന്നു അവിടെ. ചോദിച്ച മോളെ നീ? ഓഫീസിലെ ആവശ്യത്തിനായിരുന്നെന്നാ രമേശേട്ടൻ പറഞ്ഞേ. എനിക്കത് വിശ്വസിക്കാമാകുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്, കൈമൾ പറഞ്ഞു. നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോകണ്ട. പുത്തരിയിൽ കല്ലുകടിക്കുന്നത് ശരിയല്ല, പത്മാവതി ടീച്ചർ പറഞ്ഞു. ചേട്ടൻ എന്തോ ആവശ്യം വന്നു കാണും അച്ഛാ. നമ്മളതേക്കുറിച്ചൊന്നും ഇനി ചോദിക്കണ്ട. എനിക്ക് രമേശേട്ടനെ വിശ്വാസമാ, ജ്യോതി പറഞ്ഞു. ശരിയാ, ഇതൊരു പ്രശ്നമാക്കണ്ട. പക്ഷേ ഇതൊരു അനുഭവമാണെന്ന് ഓർമ്മ വേണം മോളെ. നല്ലപോലെ ശ്രദ്ധിച്ചു വേണം നീ ജീവിക്കാൻ, കൈമൾ പറഞ്ഞു. അവൾ മൂളി. അന്നത്തെ OP കഴിഞ്ഞ് ഡോക്ടർ പൂർണിമ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഹരികൃഷ്ണൻ വന്നത്. കൺസൾട്ടിംഗ് റൂമിൻ്റെ മുമ്പിൽ അവനെ കണ്ട് അവൾ നിന്നു. എന്താ ഹരി? പൂർണിമ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ, അവൻ പറയാൻ മടിച്ചു. അല്ല, എന്തുകൊണ്ട്? എന്താണെങ്കിലും പറ, അവർ നിർബന്ധിച്ചു. സുചിത്ര ചേച്ചി പിന്നെ വിളിച്ചായിരുന്നോ? ഉവ്വ്. കാർത്തിക തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിലെ ബില്ല് സെറ്റിൽ ചെയ്താളാമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാനത് സെറ്റിൽ ചെയ്തു കഴിഞ്ഞു. അക്കാര്യം ഇനി ആരോടും പറയണ്ട. കാർത്തികയുടെ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്? അവൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ പോവുകയാണെന്ന്. ഹരികൃഷ്ണൻ ഞെട്ടി. എന്തൊരു മണ്ടത്തരമാണ് ആ കുട്ടി പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സ്ത്രീയെ ആരെങ്കിലും അംഗീകരിക്കുമോ? പക്ഷേ നമുക്ക് ആ കുട്ടിയെ നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, പക്ഷേ ഹരികൃഷ്ണൻ്റെ മുഖത്തെ പ്രശ്നത മാഞ്ഞു. പൂർണിമ അത് ശ്രദ്ധിച്ചു. കാർത്തികയെ ഓർത്ത് ഹരി എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? കാർത്തിക ഓർത്ത് എനിക്ക് വേവലാതിയൊന്നുമില്ല. ജ്യോതിയുടെ ദാമ്പത്യ ജീവിതത്തിന് അവളൊരു ഭീഷണിയാകുമോന്നാ പേടി, അല്ലേ? ഹരികൃഷ്ണൻ മുഖമുയർത്തി അവളെ നോക്കി. വേറൊരു ക്ലാസ്മേറ്റിൻ്റെ കാര്യത്തിൽ ഹരി ഇത്ര താല്പര്യമെടുക്കുന്നത് എന്തിനാണെന്നാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ പറഞ്ഞില്ലേ, ജ്യോതി ഒരു പാവം പെൺകുട്ടിയാണ്. ഞാൻ എന്തായാലും സുചിത്ര ചേച്ചിയെ ഒന്ന് വിളിക്കാം. അപ്പോൾ തന്നെ പൂർണിമ സുചിത്രയെ വിളിച്ചു. ചേച്ചി ഹോസ്റ്റലിലാണോ? അതെ, 7 മണിക്ക് മുമ്പ് ഞാൻ ഹോസ്റ്റലിലെത്താറുണ്ടല്ലോ. എന്താ മോളെ വിശേഷം? സുചിത്ര ചോദിച്ചു. സുഖമാണ് ചേച്ചി. റൂംമേറ്റ് എന്ത് പറയുന്നു? അവളിവിടെ ഉണ്ട്. ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞു അവിടുന്ന് ചാടിപ്പോന്നതിന്. അത് സാരമില്ല, കാർത്തികയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി ഇവിടെ വരാം. അവൾ വരില്ല മോളെ ഇനി. പ്രസവിക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനം. പക്ഷേ ചേച്ചി, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ അവളുടെ മനസ്സിന് ഒരു മാറ്റവുമില്ല. ശരി ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. പൂർണിമ ഫോൺ വച്ചു. വിവരമറിയാൻ ഹരികൃഷ്ണൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സുചിത്ര പറഞ്ഞ കാര്യങ്ങൾ അവൾ അവനെ അറിയിച്ചു. ഹരികൃഷ്ണൻ്റെ മുഖം ചിന്താകുലമായി. നാളെ കാണാം.
അവൾ യാത്ര പറഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോയി. കാർത്തികയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഹരികൃഷ്ണൻ കാറിനടുത്തേക്ക് നടന്നു. കാർത്തികയും സുചിത്രയും തമ്മിൽ ചൂടുപിടിച്ച ഒരു സംവാദം നടക്കുകയായിരുന്നു അപ്പോൾ. നിനക്ക് ഒട്ടും പ്രായോഗിക ബുദ്ധിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അവിവാഹിതയായ ഒരമ്മയെ അവജ്ഞയോടെയേ നമ്മുടെ സമൂഹം കാണൂ, സുചിത്ര പറഞ്ഞു. ഈ പ്രായോഗിക ബുദ്ധി നീയാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. അതെന്താ നീ മറന്നത്? പ്രഗ്നൻ്റ് ആയാൽ അയാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നീയാണ് എനിക്ക് ഉപദേശിച്ചു തന്നത്. കാർത്തിക വിട്ടില്ല. ശരിയാണ്, പക്ഷേ അയാൾ അന്ന് അവിവാഹിതനായിരുന്നു. അയാൾ ആരും അറിയാതെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ബുദ്ധി നടപ്പിലായനെ, സുചിത്ര വാദിച്ചു. ഞാനിനി എൻ്റെ ബുദ്ധി നടപ്പിലാക്കാൻ പോവുകയാണ്. വിജയിക്കുമെന്ന് അറിയാമല്ലോ. എന്താണ് നിൻ്റെ ബുദ്ധി? എനിക്കും കുഞ്ഞിനും ജീവിക്കാനുള്ള പണം അയാളിൽ നിന്ന് ഞാൻ മേടിക്കും. അയാൾ തരുമോന്ന് എനിക്ക് വിശ്വാസമില്ല. 1,00,000 വാഗ്ദാനം ചെയ്തിട്ട് ഇതുവരെ ചില്ലി കാശ് പോലും അയാൾ നിനക്ക് തന്നോ? കാർത്തികയുടെ തനിനിറം അയാൾ കാണാൻ പോകുന്നതേയുള്ളൂ. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് സുചിത്രയ്ക്ക് മനസ്സിലായില്ല. അന്ന് വെള്ളിയാഴ്ചയായത് കാരണം ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ജ്യോതി കോളേജിൽ നിന്ന് നേരെ രാമപുരത്തേക്കാണ് പോയത്. അവൾ വന്ന കാര്യം നേരത്തെ തന്നെ രമേഷിനെ അറിയിച്ചിരുന്നു. ജ്യോതി ചെന്നപ്പോൾ വീട്ടിൽ സുലോചനയും ശശാങ്കനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രമേഷ് ഓഫീസിൽ നിന്ന് എത്തിയിരുന്നില്ല. 8 മണിയാകാതെ അവൻ ഒരു ദിവസവും വരാറില്ല. ജ്യോതി, നീ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നാലേ അവൻ്റെ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടാകൂ, സുലോചന പറഞ്ഞു. വീട്ടിൽ വന്നാലും എന്നെ സുലോചനയും അല്ലേ കാണാൻ പറ്റൂ. ജ്യോതി ഇവിടെ ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്നിറങ്ങിയാൽ അവൻ നേരെയങ്ങ് വരും. ഇപ്പോൾ ഫ്രണ്ട്സുമൊത്ത് കറങ്ങി നടപ്പാണ് തൊഴിൽ, ശശാങ്കൻ പറഞ്ഞു. ജ്യോതി പുഞ്ചിരിച്ചു. അവൾ കുളി കഴിഞ്ഞ് വേഷം മാറി. എന്നിട്ടും രമേഷ് വന്നില്ല. വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നിട്ടും അവൾക്ക് അതോർത്തപ്പോൾ വിഷമം തോന്നി. രമേഷിൻ്റെ മൊബൈലിലേക്ക് അവൾ വിളിച്ചു നോക്കി. വാഹനങ്ങളുടെ ശബ്ദമാണ് അവൾ ആദ്യം കേട്ടത്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് മോളെ, 10 മിനിറ്റിനകം അവിടെ എത്തും, അയാൾ പറഞ്ഞു. എത്ര നേരം കൊണ്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണെന്നറിയാമോ? വേഗം വാ. ഇതാ എത്തി. അല്പനേരം കഴിഞ്ഞപ്പോൾ രമേഷിൻ്റെ കാർ ഗേറ്റ് കടന്ന് കയറി വന്നു. ചായ എടുക്കട്ടെ? അയാളുടെ ബ്രീഫ് കേസ് മേടിച്ചിട്ട് അവൾ ചോദിച്ചു. ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞ് മതി, രമേഷ് പറഞ്ഞു. വേഷം മാറ്റിയിട്ട് ഒരു മൂളിപ്പാട്ടോടെ അയാൾ കുളിക്കാൻ പോയി. അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നത്. ജ്യോതി അതെടുത്ത് നോക്കി. മെസ്സേജ് വായിച്ച് ജ്യോതി ഒന്ന് ഞെട്ടി. രമേഷ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ജ്യോതി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ കാർത്തിക? ചായ കൊടുത്തിട്ട് അവൾ ചോദിച്ചു. രമേഷിൻ്റെ കയ്യിൽ നിന്ന് ചായ അല്പം തുളുമ്പി. കാർത്തികയെക്കുറിച്ച് ജ്യോതി എന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അത് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണ്. അവൾ രമേഷ് ചേട്ടനെ വിളിക്കാറുണ്ടോ? വല്ലപ്പോഴും. അവൾക്ക് പണം വല്ലതും കൊടുക്കാനുണ്ടോ? ഇല്ല. അവൾ പലതവണ വിളിച്ചിട്ടും രമേഷ് ചേട്ടൻ ഫോൺ എടുത്തില്ലെന്ന് മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. 1,00,000 രൂപയുമായി നാളെ തന്നെ എറണാകുളത്ത് ചെല്ലണമെന്നും. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ജ്യോതി അത് പറഞ്ഞത്. രമേഷ് നിന്ന് ഉരുകി. സത്യം എനിക്കറിയണം. ആരാണ് ഈ കാർത്തിക? ഗൗരവസ്വരത്തിലാണ് ജ്യോതി ചോദിച്ചത്. രമേഷ് പെട്ടെന്ന് ഒരു ചിരി അഭിനയിച്ചു. അവൾ എൻ്റെ കാമുകിയാണെന്നായിരിക്കും നിന്റെ വിചാരം. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ ഉരുണ്ട് കളിച്ചത്. എൻ്റെ വിചാരം എന്താണെന്ന് രമേശേട്ടൻ അറിയേണ്ട. കാർത്തികയും രമേശേട്ടനും തമ്മിലുള്ള ബന്ധമാണ് എനിക്കറിയേണ്ടത്. എന്തിനാണ് അവൾ 1,00,000 രൂപ വേണമെന്ന് പറയുന്നത്? ജ്യോതി ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. അതൊരു നീണ്ട കഥയാണ്, ഞാൻ പറയാം. ആ വാതിലടച്ചിട്ട് വാ, നമ്മൾ 2 പേരും മാത്രം അറിഞ്ഞാൽ മതി. അവൾ ചെന്ന് വാതിലടച്ചു. എന്ത് കള്ളക്കഥയാണ് രമേഷ് തന്നോട് പറയാൻ പോകുന്നതെന്ന് ആയിരുന്നു അവളുടെ ചിന്ത. പൂർണിമ വന്നു പറഞ്ഞ കാർത്തിക തന്നെയാണ് ആ മെസ്സേജ് അയച്ചതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കാർത്തികയെ ഗർഭിണിയാക്കിയ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ രമേഷ് ആരാണെന്ന് ഇപ്പോൾ വ്യക്തമായി. വാതിലടച്ചിട്ട് ജ്യോതി അയാളുടെ അടുത്തേക്ക് ചെന്നു. നീ ഇവിടെ ഇരിക്കേ. രമേഷ് അവളെ പിടിച്ച് തൻ്റെ അടുത്ത് കിടക്കയിലിരുത്തി. ആരാണ് കാർത്തികയെന്നും അവളും ഞാനും തമ്മിൽ എന്താണ് ബന്ധമെന്നുമല്ലേ നിനക്കറിയേണ്ടത്? പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. പുതിയ കഥയുണ്ടാക്കാൻ അയാൾ പാടുപെടുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. കാർത്തിക എറണാകുളത്ത് MCAക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് അച്ഛനും അമ്മയില്ല, ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ, സുഭാഷ്. പഠിക്കുന്ന കാലത്തെ എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു അവൻ. ബാക്കി കൂടി കേട്ടിട്ട് കഥ വിശ്വസിച്ചാൽ മതിയെന്ന് ജ്യോതി തീരുമാനിച്ചു. പാവങ്ങളാണ് അവർ. അവനാണെങ്കിൽ ചെറിയ ഒരു കമ്പനിയിൽ ജോലിയുണ്ട്. അവളെ പഠിപ്പിക്കാനും മാത്രമുള്ള ശമ്പളമൊന്നും കിട്ടില്ല. ഇടയ്ക്കൊക്കെ ഞാൻ പണം കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നതൊക്കെ വിശ്വസിക്കുന്നെന്ന മട്ടിൽ അവൾ ചോദിച്ചു. സുഭാഷിനെ കാണാൻ ഞാൻ അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരൻ അജയനും ഒപ്പം വരുമായിരുന്നു. അതാണ് അപകടമായത്. കാർത്തികയും അജയനും പ്രേമത്തിലായി. ജ്യോതിയൊന്നും മിണ്ടിയില്ല. കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അവൾക്ക് പിടികിട്ടിയില്ല. വീട്ടിൽ കാർത്തിക മാത്രമുള്ള നേരത്ത് അജയനവിടെ ചെല്ലുമായിരുന്നു. അവൾ അങ്ങനെ ഗർഭിണിയായി. അതോടെ അജയൻ മുങ്ങി. അവളെ ഗർഭിണിയാക്കിയത് ഞാനാണെന്ന് സുഭാഷ് വിശ്വസിച്ചു. കാർത്തിക അത് നിഷേധിച്ചുമില്ല. ഞാൻ വെട്ടിലായി. അയാൾ പറയുന്നതായിരിക്കുമ്പോൾ സത്യമെന്ന ജ്യോതി ഒരു നിമിഷം സംശയിച്ചു. അപ്പോൾ ഈ 1,00,000 രൂപ കൊടുത്താൽ അവൾ അബോർഷൻ നടത്താമെന്നും
എന്നെ ഉപദ്രവിക്കില്ലെന്നും പറഞ്ഞു. എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. അതിനാണ് അവൾ പലതവണ വിളിച്ചത്. ജ്യോതി വല്ലാതെ ആശയക്കുഴപ്പത്തിലായി. രമേശ് പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ തോന്നിയില്ല അവൾക്ക്. വിശ്വസിക്കാനും തോന്നിയില്ല. 1,00,000 രൂപ കൊടുത്ത എനിക്ക് കാര്യം ഒതുക്കാവുന്നതേയുള്ളൂ. പക്ഷേ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വാങ്ങാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അവൾ വിളിച്ചപ്പോഴൊന്നും ഞാൻ ഫോൺ എടുക്കാഞ്ഞത്. ജ്യോതി അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. കള്ളം പറഞ്ഞതിൻ്റെ പരിങ്ങലൊന്നും അയാളുടെ മുഖത്ത് അവൾ കണ്ടില്ല. ഇതെല്ലാം നിന്നോട് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. നീ എന്നെക്കുറിച്ച് സംശയിക്കുമെന്നാണ് പറയാതിരുന്നത്. ഇപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നു ജ്യോതി. മനസ്സിൻ്റെ ഭാരം മുഴുവൻ ഒഴിഞ്ഞു പോയതുപോലെ. ഇപ്പോഴെങ്കിലും രമേശേട്ടെല്ലാം എന്നോട് തുറന്നു പറഞ്ഞല്ലോ. അത് മതി. നമുക്കൊന്നിച്ച് കാർത്തികയെ കാണാൻ പോകാം. മേലിൽ ഇക്കാര്യം പറഞ്ഞ് രമേശേട്ടനെ ഉപദ്രവിക്കരുതെന്ന് അവളോട് ഞാൻ പറഞ്ഞോളാം. എന്താ? നമുക്ക് 2 പേർക്കും കൂടി പോകാം. എല്ലാം നീ അറിഞ്ഞെന്ന് മനസ്സിലായാൽ പിന്നെ അവൾ ഒതുങ്ങും. എല്ലാം നിന്നോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവൾ എന്നോട് പണം ചോദിച്ചത്. അതോടെ രമേശ് പറഞ്ഞതെല്ലാം ജ്യോതി വിശ്വസിച്ചു. ഇനിയെങ്കിലും രമേശേട്ടൻ ഒരു കാര്യം ചെയ്യണം. എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കരുത്. ഞാൻ രമേശിൻ്റെ ഭാര്യയല്ലേ? ഭാര്യ അറിയാത്തൊരു രഹസ്യവും ഭർത്താവിനുണ്ടാവാൻ പാടില്ല. അതുപോലെ മറിച്ചും. മനസ്സിലായി. നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ് ജ്യോതി. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ അയാളുടെ നെഞ്ചോട് ചേർന്ന് നിന്നു. പക്ഷേ രമേശ് പിന്നെ സുലോചനയോട് എന്തോ പറയാൻ പോയ നേരത്ത് അയാളുടെ മൊബൈലിൽ നിന്ന് കാർത്തികയുടെ നമ്പർ ജ്യോതി കുറിച്ചെടുത്തു വച്ചു. തിങ്കളാഴ്ച രാവിലെ ബാങ്കിൽ ചെന്ന് രമേശ് 1,00,000 രൂപ പിൻവലിച്ചു. അയാൾ അതും കൊണ്ട് നേരെ എറണാകുളത്ത് കാർത്തികയുടെ ഹോസ്റ്റലിലേക്ക് ചെന്നു. അയാൾ ചെന്നപ്പോൾ കാർത്തിക വിസിറ്റേഴ്സ് റൂമിലേക്ക് ഇറങ്ങി വന്നു. അവൾ വല്ലാതെ ക്ഷീണിതയായിരുന്നു. രമേശേട്ടൻ എനിക്ക്, അവൾ പറഞ്ഞു. അവർ അടുത്തടുത്ത കസേരകളിലിരുന്നു. ഇനി നിന്റെ ഇഷ്ടത്തിന് ഒത്തുവിടാൻ പറ്റില്ല എനിക്ക്. ഞാൻ പറയുന്നത് പോലെ ചെയ്താലേ നീ പറഞ്ഞ പണം ഞാൻ തരൂ. മനസ്സിലായില്ല? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. കയ്യിലിരുന്ന ബ്രീഫ് കേസ് തുറന്ന് രമേശ് 1,00,000 ഒരു കെട്ട് 1000 രൂപ നോട്ട് അവളെ കാണിച്ചു. ഞാൻ വരാം ഹോസ്പിറ്റലിലേക്ക്. അബോർഷൻ നടത്തി കഴിഞ്ഞേ ഈ പണം തരൂ. എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ല രമേശേട്ടാ. എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നടിച്ചുകൊണ്ട് അതേ സമയത്ത് വേറെ ഒരു പെണ്ണിനെ ഞാൻ അറിയാതെ കല്യാണം കഴിച്ചവനല്ലേ നിങ്ങൾ? അതൊക്കെ കഴിഞ്ഞ കഥ. ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ നീ? ഉണ്ടെങ്കിൽ 1,00,000 തരും. ഇല്ലെങ്കിൽ ചില്ലിക്കാശ് പ്രതീക്ഷിക്കേണ്ട. എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി മുതൽ എല്ലാ മാസവും എനിക്ക് ചെലവുള്ള പണം നിങ്ങൾ തരണം. അല്ലെങ്കിൽ അടുത്ത മാസം വക്കീൽ നോട്ടീസ് വീട്ടിൽ വരും. കാർത്തികേ, ഞെട്ടലോടെ അയാൾ വിളിച്ചു. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാര്യയെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോൺ കോളിൻ്റെ കാശ് ചെലവേയുള്ളൂ എനിക്ക് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കാൻ. അരുത് കാർത്തികേ, അയാൾ അഭ്യർത്ഥന പോലെ പറഞ്ഞു. രമേശ് ഉടൻ തന്നെ ബ്രീഫ് കേസ് തുറന്ന് 1,00,000 രൂപയുടെ പായ്ക്കെടുത്ത് കാർത്തികയ്ക്ക് കൊടുത്തു. ഇനി ഒരിക്കലും എന്നെ വിളിക്കരുത്. ഇതോടെ നമ്മൾ തമ്മിലുള്ള സകല ഏർപ്പാടുകളും തീർന്നു, അയാൾ പറഞ്ഞു. അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, അവൾ അലസമട്ടിൽ പറഞ്ഞു. രമേശ് പോകാനായി എഴുന്നേറ്റു. ഇനി എന്നെ ശല്യപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിനക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല, അയാൾ പറഞ്ഞു. നമുക്ക് കാണാം, നിസ്സാരമട്ടിൽ കാർത്തികയും പറഞ്ഞു. അയാൾ പോകുന്നത് നോക്കി അവൾ ആലോചനയോടെ ഇരുന്നു. അന്ന് വൈകുന്നേരം കാർത്തികയുടെ മൊബൈലിൽ ഒരു ഫോൺ കോൾ വന്നു. പെരുന്നായിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് ജ്യോതിയാണ് വിളിച്ചത്. അവളുടെ അടുത്ത് സീമയും ഉണ്ടായിരുന്നു. കാർത്തികയല്ലേ? ജ്യോതി ചോദിച്ചു. അതെ, എൻ്റെ പേര് നിർമ്മല. ഞാൻ അജയൻ്റെ സിസ്റ്ററാണ്. അജയനോ? ഏത് അജയൻ? അജയനെ അറിയില്ലേ? സംശയത്തോടെ ജ്യോതി ചോദിച്ചു. നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ആളുതെറ്റിയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു, കാർത്തിക പറഞ്ഞു. സുഭാഷിൻ്റെ അനുജത്തി കാർത്തികയല്ലേ? അതെ. രമേശ് ചേട്ടൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിൽ അജയേട്ടൻ വന്നിട്ടുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കാർത്തിക ഒരു നിമിഷം നിശബ്ദയായി. സത്യം പറ, ആരാ നിങ്ങൾ? അവൾ പിന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അജയൻ്റെ സിസ്റ്ററാണ്. പേര് നിർമ്മല. മരിക്കുന്നത് വരെ സുഭാഷ് അണ്ണന് അജയൻ എന്നൊരു കൂട്ടുകാരനില്ലായിരുന്നു. സുഭാഷ് മരിച്ചോ? എൻ്റെ അണ്ണൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളായിട്ടും അതൊന്നും അറിഞ്ഞില്ലേ? കാറിൽ തട്ടിക്കൊണ്ടുപോയി കഴുത്തിൽ തുണിയിട്ട് മുറുക്കി കൊല്ലുകയായിരുന്നു. അതൊന്നും നിങ്ങളുടെ അജയേട്ടൻ പറഞ്ഞില്ലേ? രമേശ് പറഞ്ഞ നുണക്കഥകളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ ജ്യോതിയുടെ മനസ്സിൽ തകർന്നു വീണു. രമേശിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം? പെട്ടെന്ന് കാർത്തിക ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി 1,00,000 രൂപ രമേശ് കടം വാങ്ങിയത്. മനസ്സിലായോ? സത്യം പറ, ആരാ നിങ്ങൾ? കാർത്തികയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ജ്യോതി തളർച്ചയോടെ റിസീവർ വെച്ചു. അവൾ എന്താണ് പറഞ്ഞത്? ഉത്കണ്ഠയോടെ സീമ ചോദിച്ചു. രമേശേട്ടൻ പറഞ്ഞതെല്ലാം നുണയാണ്. അജയൻ എന്നൊരാളില്ല. സീമ അവളെ പകച്ചു നോക്കി. അപ്പോൾ രമേശേട്ടൻ തന്നെയാണ് ഉത്തരവാദി. എൻ്റെ ഈശ്വര, സീമ അറിയാതെ നെഞ്ചിൽ കൈവച്ചു. നമുക്ക് പോകാം മോളെ. ചലിക്കുന്ന 2 പാവകളെ പോലെ അവർ ഒരു ഓട്ടോറിക്ഷയിൽ ചെന്ന് കയറി. പുഴവാദ് വരെ പോകണം, യാന്ത്രികമായി ജ്യോതി പറഞ്ഞു. ഓട്ടോ മെല്ലെ ഓടിത്തുടങ്ങി. ചേച്ചി അഞ്ചെത്തി മൂകരായിരുന്നു. തലേദിവസം ജ്യോതി രാമപുരത്ത് നിന്ന് വന്നപ്പോൾ തന്നെ
കാർത്തികയുടെ മെസ്സേജിൻ്റെ കാര്യവും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രമേശ് നൽകിയ മറുപടിയും സീമയോട് പറഞ്ഞിരുന്നു. ടെലിഫോൺ ബൂത്തിൽ നിന്ന് കാർത്തികയെ വിളിച്ചാൽ മതിയെന്ന് നിർദ്ദേശിച്ചത് സീമയാണ്. വീട്ടിലെ നമ്പർ കാർത്തികയ്ക്ക് കിട്ടണ്ട. തന്നെയുമല്ല, അച്ഛനും അമ്മയും വിവേകവും ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് സ്വതന്ത്രമായി വിളിക്കാനും പറ്റില്ല. നന്ദനത്തിൻ്റെ മുറ്റത്ത് ചെന്ന് ഓട്ടോ നിന്നു. കൂലി കൊടുത്തിട്ട് അവർ വീട്ടിലേക്ക് കയറി ചെന്നു. ജ്യോതിയുടെയും സീമയുടെയും വിളറിയ മുഖങ്ങൾ കണ്ട് പത്മാവതി ടീച്ചർ അവരെ മാറി മാറി നോക്കി. എന്താ രണ്ടാളും വല്ലാതിരിക്കുന്നേ? വരുന്ന വഴി വല്ലതും സംഭവിച്ചോ? ടീച്ചർ ചോദിച്ചു. അതോ, പിന്നെ വരുന്ന വഴി ഒരു ആക്സിഡൻറ്റ് കണ്ടു. ചോരയിൽ കുളിച്ചൊരു പയ്യൻ ബസ്സിടിച്ചതാണ്. പെട്ടെന്ന് സീമ ഒരു നുണ പറഞ്ഞു. എന്തിനാ അതൊക്കെ നോക്കാൻ പോയത്? ചോര കണ്ടാൽ തല ചുറ്റുന്നവരാ പണ്ടേ രണ്ടുപേരും. ജ്യോതി അവളുടെ മുറിയിലേക്ക് ചെന്ന കട്ടിലിലേക്ക് വീണു. സീമ പിന്നാലെ ചെന്നു. ജ്യോതി തേങ്ങി കരയാൻ തുടങ്ങി. സീമ വേഗം ചെന്ന് വാതിലടച്ചു. എത്ര പ്രതീക്ഷയോടാ അച്ഛനും അമ്മയും എൻ്റെ കല്യാണം നടത്തിയത്. എന്നിട്ട് എനിക്ക് കിട്ടിയ ഭർത്താവോ? എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയല്ലോ ദൈവമേ, ജ്യോതി കരഞ്ഞു. കുറച്ച് തെറ്റ് ചേച്ചിയുടെ കയ്യിലുമുണ്ട്, സീമ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഹരികൃഷ്ണൻ എന്തായാലും ഇത്ര വഷളനായിരുന്നില്ല. കോളേജിൽ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായിരിക്കാമെന്നത് കവിഞ്ഞ് അയാൾ ഏതെങ്കിലും പെണ്ണിനെ ചതിച്ച് ഗർഭം ഉണ്ടാക്കി കാണത്തില്ല. സീമേ, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? വേദനയോടെ ജ്യോതി ചോദിച്ചു. അല്ല ചേച്ചി, മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നേ ഉള്ളൂ. ജ്യോതി ഒന്നും മിണ്ടിയില്ല. അത്താഴത്തിന് മുമ്പുള്ള 2 ലാർജ് വിസ്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രമേശൻ നായർ. അപ്പോഴാണ് ഡോക്ടർ സുമതിക്കുട്ടിയമ്മ വന്ന് അയാളുടെ മുറിയുടെ വാതിലിൽ തട്ടിയത്. കുപ്പിയും ഗ്ലാസും അലമാരയിൽ ഒളിപ്പിച്ചിട്ട് അയാൾ ചെന്ന് വാതിൽ തുറന്നു. എന്താ ചേച്ചി? സുമതിക്കുട്ടിയമ്മയെ കണ്ട് അയാൾ ചോദിച്ചു. പൂർണിമയുടെ കാര്യം നമുക്ക് ഹരിയോടൊന്ന് സംസാരിച്ചാലോ രമേശ? സംസാരിക്കാം. ഞാൻ താഴോട്ട് പോവാം. നീ തന്നെ തുടക്കമിടണം. അത് ഞാൻ ഏറ്റു. ചേച്ചി ചെല്ല്. സുമതിക്കുട്ടിയമ്മ താഴേക്ക് ഇറങ്ങിപ്പോയി. രമേശൻ നായർ താഴേക്ക് ചെന്നപ്പോൾ ഡ്രോയിങ് റൂമിൽ സുമതിക്കുട്ടിയമ്മയും ഹരികൃഷ്ണനും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ചെന്ന് അവരുടെ അടുത്തിരുന്നു. ചേച്ചി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഡോക്ടർ പൂർണിമയെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? അവളിവിടെ വന്നിട്ട് ഇന്ന് 1 മാസം പൂർത്തിയാവുകയാണ്, രമേശൻ നായർ പറഞ്ഞു. അവൾ മിടുക്കിയാണ്. പേഷ്യൻസിനൊക്കെ അവളെ വലിയ കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. ഹരിക്ക് എന്ത് തോന്നുന്നടാ? പൂർണിമയെ നമുക്ക് സ്ഥിരമായി കിട്ടിയാൽ അതൊരു നേട്ടമായിരിക്കത്തില്ലേ? രമേശൻ നായർ ചോദിച്ചു. അതിൽ യാതൊരു സംശയവുമില്ല കുഞ്ഞമ്മാവ. പക്ഷേ ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് അവളുടെ തീരുമാനം. സമയമാകുമ്പോൾ അപേക്ഷ അയച്ച് അഡ്മിഷൻ കിട്ടുമ്പോൾ അവൾ ഇവിടുന്ന് പോകും, ഹരികൃഷ്ണൻ പറഞ്ഞു. പഠിക്കാൻ പോകട്ടെ, അത് നല്ലതാണ്. പക്ഷെ പോയാലും പൂർണിമ ഇവിടെ തിരിച്ചു വരണം. അത് നീ വിചാരിച്ചാൽ നടക്കും. ഞാനോ? കുഞ്ഞമ്മാവൻ എന്താണ് ഈ പറയുന്നത്? ആശ്ചര്യഭാവത്തിൽ അവൻ അയാളെ നോക്കി. പൂർണിമയെ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ മോനെ? കാണാൻ നല്ല കുട്ടിയല്ലേ അവൾ. ഡോക്ടറുമാണ്. കുടുംബവും ഒട്ടും മോശമാകത്തില്ല. എന്താ, നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? ഹരികൃഷ്ണൻ പെട്ടെന്ന് സുമതിക്കുട്ടിയമ്മയെ നോക്കി. അമ്മയും കുഞ്ഞമ്മാവനും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണോ എന്നോട് സംസാരിക്കുന്നത്? അവൻ ചോദിച്ചു. ഗൂഢാലോചനയൊന്നുമില്ല മോനെ. എൻ്റെ ആഗ്രഹം ഞാൻ രമേശനോട് പറഞ്ഞു. നിന്നോട് സംസാരിക്കാമെന്ന് അവനും പറഞ്ഞു. അല്ലാതെ. നിനക്ക് പൂർണിമയെ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ? രമേശൻ നായർ ചോദിച്ചു. ഇല്ല, പക്ഷേ പൂർണിമയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അവൻ ചോദിച്ചു. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ കല്യാണാലോചനകൾ പലതും വരുന്നുണ്ടെന്നും അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന പയ്യനെ കല്യാണം കഴിക്കുമെന്നുമാണ് അവൾ എന്നോട് പറഞ്ഞത്, സുമതിക്കുട്ടിയമ്മ അറിയിച്ചു. നല്ല കുട്ടിയാണ് പൂർണിമ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അമ്മ ആലോചിച്ചോളൂ. പക്ഷേ നടന്നില്ലെങ്കിൽ ആർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകരുത്, ഹരികൃഷ്ണൻ പറഞ്ഞു. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. സുമതിക്കുട്ടിയമ്മയും രമേശൻ നായരും പരസ്പരം നോക്കി. അന്ന് രാത്രിയിൽ ഹരികൃഷ്ണൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. ഹരിയല്ലേ? ഒരു പെൺസ്വരം ചോദിച്ചു. അതെ, ഞാൻ ജ്യോതികയാണ്. അവൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. ജ്യോതി വിളിച്ചിരിക്കുന്നു. ഇതുവരെ ഉണ്ടാകാത്ത സംഭവം. എന്താ ജ്യോതി? നാളെ കോളേജിൽ വരില്ലേ? വരും. എനിക്ക് സംസാരിക്കാനുണ്ട്. കഴിയുന്നത് നേരത്തെ വരണം. ക്ലാസ് തുടങ്ങും മുമ്പ്. വരാം. അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു. ഹരികൃഷ്ണന് ഒന്നും മനസ്സിലായില്ല. ഹരികൃഷ്ണൻ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ജ്യോതി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ. ക്ലാസ്സിൽ വേറെ ആരും എത്തിയിരുന്നില്ല. കാൽപെരുമാറ്റം കേട്ട് അവൾ തലയുയർത്തി നോക്കി. അവൻ്റെയും അവളുടെയും കണ്ണുകൾ കൂട്ടിമുട്ടി. ജ്യോതി നേരത്തെ എത്തിയോ? അടുത്തേക്ക് ചെന്ന് ഹരികൃഷ്ണൻ ചോദിച്ചു. അവളുടെ മുഖം കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. ദുഃഖം അലയടിക്കുന്ന മിഴികളായിരുന്നു അവളുടേത്. എന്താ ജ്യോതി കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് ഹരിയോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരിക്കാം. ഇപ്പോൾ കുട്ടികൾ വന്നു തുടങ്ങും. ഹരികൃഷ്ണൻ പുറത്തേക്കിറങ്ങി. പിന്നാലെ ജ്യോതിയും ചെന്നു. ഫിസിക്സ് ലാബിൻ്റെ പിന്നിൽ ഒരു വലിയ കൊന്നമരമുണ്ട്. ഹരികൃഷ്ണൻ കൊന്നയുടെ ചുവട്ടിലേക്ക് ചെന്നു. അവിടെ നിന്നാൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ല. ജ്യോതി മുഖമുയർത്തി ഹരികൃഷ്ണനെ ഒന്ന് നോക്കി. ഞാൻ വല്ലാതെ ഒരു വിഷമഘട്ടത്തിലാണ് ഹരി. എനിക്ക് ഒരു മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ സഹായത്തിന് ഞാൻ ആ ചേട്ടനെ സമീപിക്കുമായിരുന്നു. അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടാണ് ഹരിയുടെ അടുത്തേക്ക് വന്നത്, അവൾ പറഞ്ഞു. പറ ജ്യോതി, എന്താ പ്രശ്നം? എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഹരി. അത്രയ്ക്ക് ഭീകരമാണ് കാര്യങ്ങൾ.
കാർത്തിയെക്കുറിച്ച് അറിഞ്ഞതെല്ലാം അവൾ അവനോട് പറഞ്ഞു. രമേശ് ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ നിരപരാധിയാണെന്ന മട്ടിൽ ഒരു കഥ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. ഇന്നലെ ഞാൻ കാർത്തികയെ വിളിച്ചു നോക്കി. രമേശ് ഏട്ടൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് എനിക്കിപ്പോൾ അപ്പം മനസ്സിലായി. ഹരികൃഷ്ണൻ മിണ്ടിയില്ല. രമേഷിനെ ജ്യോതിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് താനാണെന്നറിഞ്ഞാൽ അവൾ ആ നിമിഷം തന്നെ ശപിച്ച് ഭസ്മമാക്കിയേനെ. ദൈവമേ, എന്തൊരു വിധിയാണിത്! ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ ചോദിച്ചു. ഇക്കാര്യം സീമയ്ക്ക് മാത്രമേ അറിയാവൂ. വേറെ ആരും അറിഞ്ഞിട്ടില്ല. അവരോട് പറയും മുമ്പ് സത്യാവസ്ഥ എനിക്കറിയണം. അതിന് എന്നെ സഹായിക്കണം. വേറെ ആരുമില്ല എനിക്കിങ്ങനെ അപേക്ഷിക്കാൻ. ജ്യോതിയുടെ കണ്ണുകൾ നിറഞ്ഞു. വിഷമിക്കാതിരിക്കൂ. ഏതിനും പരിഹാരമുണ്ട്. കാർത്തികയുടെ നമ്പർ തരൂ, ഞാൻ അന്വേഷിക്കാം. അവൾ കൊടുത്ത നമ്പർ അവൻ മൊബൈലിൽ സേവ് ചെയ്തു. ഹരി എന്നോട് ക്ഷമിക്കണം. ഞാൻ പലപ്പോഴും മോശമായി പെരുമാറിയിട്ടുണ്ട്, അവൾ പറഞ്ഞു. ജ്യോതിയാണ് എനിക്ക് മാപ്പ് തരേണ്ടത്, അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു. ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇതിനാ മാപ്പ് പറയുന്നത്? ഒക്കെ മറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഹരിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഹരികൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. ഇനി കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് പോലും പറയരുത്, അവൾ അഭ്യർത്ഥിച്ചു. ഇല്ല ജ്യോതി, എന്നെ വിശ്വസിക്കേ. ഹരിക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല. എത്രയും വേഗം ഇക്കാര്യം ഞാൻ അന്വേഷിക്കാം. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കാം. ധൈര്യമായിട്ടിരിക്കെ, അവൻ പറഞ്ഞു. ജ്യോതി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പോൾ രണ്ടാമത്തെ നിരയിൽ നിന്നുകൊണ്ട് കൊന്നമരച്ചോട്ടിലെ ആ കാഴ്ച ഷീബ കാണുന്നുണ്ടായിരുന്നു. കോപത്തോടെ അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. അന്നുച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഡോക്ടർ പൂർണിമ ഊണ് കഴിക്കാൻ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ സുമതികുട്ടിയമ്മ അവളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ പൂർണിമ അന്വേഷിച്ച് വരികയായിരുന്നു. എന്താ ഡോക്ടർ? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ഉവ്വ്. ഇനി ഊണ് കഴിക്കാൻ പോവാ? അതെ. എങ്കിൽ എൻ്റെ കൂടെ വരൂ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം, പുഞ്ചിരിയോടെ സുമതികുട്ടിയമ്മ പറഞ്ഞു. ഇന്നെന്തെങ്കിലും വിശേഷം? സംശയത്തോടെ പൂർണിമ ചോദിച്ചു. ഒരു വിശേഷവുമില്ല. ഇവിടെ വെച്ചാകുമ്പോൾ സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. തന്നെയുമല്ല, ചില കാര്യങ്ങൾ വീട്ടിൽ വെച്ചാണ് പറയേണ്ടത്. സുമതികുട്ടിയമ്മ തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണെന്ന് പൂർണിമയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. ഊണ് കഴിക്കാൻ ക്വാർട്ടേഴ്സിലേക്ക് വരില്ലെന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവൾ സുമതികുട്ടിയമ്മയുടെ കാറിൽ കയറി. സുമതികുട്ടിയമ്മയാണ് ഡ്രൈവ് ചെയ്തത്. ചെമ്പകശ്ശേരി വീടിൻ്റെ മുറ്റത്തെത്തി കാർ നിന്നു. പൂർണിമ വരൂ. സുമതികുട്ടിയമ്മയുടെ പിന്നാലെ അവൾ ചെന്നു. സാവിത്രി, ഇന്ന് ഊണിന് ഒരാൾ കൂടിയുണ്ട്. അവർ ഡൈനിങ് റൂമിലേക്കാണ് ചെന്നത്. സാവിത്രി ഇറങ്ങി വന്ന് നോക്കി. ഇതാരാ ചേച്ചി? അവൾക്ക് പൂർണിമയെ മനസ്സിലായില്ല. നമ്മുടെ ആശുപത്രിയിലെ കൊച്ചു ഡോക്ടറാണ് പൂർണിമ. സാവിത്രി അവളെ നോക്കി പുഞ്ചിരിച്ചു. കൈ കഴുകിയിട്ട് സുമതികുട്ടിയമ്മയും പൂർണിമയും ഭക്ഷണം കഴിക്കാനിരുന്നു. സാവിത്രി വിളമ്പി കൊടുത്തുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ നിന്നു. ഹരികൃഷ്ണനെ കുറിച്ച് എന്താണ് പൂർണിമയുടെ അഭിപ്രായം? പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പൊടുന്നനെ സുമതികുട്ടിയമ്മ ചോദിച്ചു. പൂർണിമ അവരെ ഒന്ന് നോക്കി. ഹരി നല്ല സ്മാർട്ടാണ്. ഭാവിയിൽ ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോം ഹരിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. സുമതികുട്ടിയമ്മ ഒന്ന് പുഞ്ചിരിച്ചു. അവന് ഒരു ഡോക്ടറാക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവനതിൽ താല്പര്യമില്ലായിരുന്നു. ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു പോകാൻ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവണം. അവനെ കൊണ്ടൊരു ഡോക്ടറെ കല്യാണം കഴിപ്പിക്കുകയെ അതിനൊരു പോംവഴിയായി ഞാൻ കാണുന്നുള്ളൂ. അതൊരു നല്ല പോംവഴിയാണ് ഡോക്ടറെ, പൂർണിമ ശരിവെച്ചു. ഹരിക്ക് വേണ്ടി നല്ല മിടുക്കിയായ ഒരു ലേഡി ഡോക്ടറെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതാരാ ഡോക്ടർ? എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഡോക്ടർ പൂർണിമ. അവന് നല്ല ചേർച്ചയായിരിക്കും. ഡോക്ടർ? ഒരു ഞെട്ടലോടെ പൂർണിമ അവരെ നോക്കി. പൂർണിമയെ അവന് ഇഷ്ടമാണ്. പൂർണിമയ്ക്ക് അവനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നല്ല ചേർച്ചയായിരിക്കും മോളെ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ പഠിക്കാൻ പോകണം. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നന്മയ്ക്ക് അത് ആവശ്യമാണ്. പക്ഷേ ഡോക്ടർ എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്താ മോളെ, നിനക്ക് ഇഷ്ടക്കുറവ് വല്ലതുമുണ്ടോ? ഇല്ല, ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്നൊരു മറുപടി പറയാൻ. തന്നെയുമല്ല, അച്ഛനും അമ്മയുമാണല്ലോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്, അവൾ പറഞ്ഞു. തീർച്ചയായും അവരുടെ സമ്മതം കൂടി വേണം. അവരോട് ഞാൻ സംസാരിക്കാം. മോൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ എനിക്ക് ഹരിയോടൊന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മറുപടി പറയാൻ പറ്റൂ, പൂർണിമ പറഞ്ഞു. അത് മതി. സുമതികുട്ടിയമ്മയ്ക്ക് ആശ്വാസം തോന്നി. ഇനി കാര്യങ്ങൾ വളരെ വേഗം പുരോഗമിക്കും. താൻ പറയുന്നതിലപ്പുറം ഹരിക്ക് വേറൊരു അഭിപ്രായം കാണുകയില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് സത്യൻ്റെ ലോഡ്ജിലായിരുന്നു അപ്പോൾ ഹരികൃഷ്ണനും അഭിഷേകും. ഈ കാർത്തികയെ എനിക്കറിയാമെന്നും അവൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അബോർഷന് വേണ്ടി വന്നിട്ട് ഒളിച്ചോടി പോയതാണെന്നും ഞാൻ എങ്ങനെ ജ്യോതിയോട് പറയും? അതുകൊണ്ട് അക്കാര്യം മിണ്ടിയതേയില്ല, ഹരികൃഷ്ണൻ പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒരുത്തനാണ് ഹരി. അക്കാര്യം മറക്കണ്ട, സത്യൻ അവനെ കുറ്റപ്പെടുത്തി. ഹരികൃഷ്ണൻ നിസ്സഹായതയോടെ സത്യനെ നോക്കി. എനിക്ക് ഓർമ്മയുണ്ടടാ, അക്കാര്യം പറഞ്ഞ് നീ എന്നെ കുത്തി നോവിക്കാതെ, ഹരികൃഷ്ണൻ പറഞ്ഞു. സംഭവിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കേണ്ടത്, അഭിഷേക് പറഞ്ഞു. കാർത്തികയുടെ പ്രശ്നം സോൾവ് ചെയ്യണം. എങ്കിലേ ജ്യോതിക്ക് സമാധാനം കിട്ടൂ, ഹരികൃഷ്ണൻ പറഞ്ഞു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അഭിഷേക് ചോദിച്ചു. നമ്മൾ ചെന്ന് കാർത്തികയെ കണ്ട് സംസാരിക്കുന്നു. അബോർഷനെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവൾക്ക് വേറെന്തെങ്കിലും ഡിമാൻഡുകളുണ്ടെങ്കിൽ അതും ചോദിച്ചറിയണം. എങ്കിൽ ഇനി വച്ച് താമസിപ്പിക്കണ്ട. ഇന്ന് തന്നെ നമ്മൾ പോയി അവളെ കാണുന്നു, സത്യം പറഞ്ഞു.
ആദ്യം അവൾ എവിടെയുണ്ടെന്ന് അറിയും, അത് കഴിഞ്ഞ് മതി പോകുന്നത്, അഭിഷേക് പറഞ്ഞു. ഹരികൃഷ്ണൻ ഒരു നിമിഷം ആലോചിച്ചു. ഇക്കാര്യത്തിൽ ഞാൻ നേരിട്ട് ഇടപെടുന്നത് ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കണം, അവൻ പറഞ്ഞു. എഗ്രീഡ്. നീ പിന്നിൽ നിന്നാൽ മതി, സത്യൻ സമ്മതിച്ചു. അഭിഷേകിൻ്റെ മൊബൈലിൽ നിന്ന് അവനാണ് കാർത്തികയെ വിളിച്ചത്. ഹലോ. കാർത്തിക ആ കോൾ അറ്റൻഡ് ചെയ്തു. കാർത്തികയല്ലേ? അഭിഷേക് ചോദിച്ചു. അതെ, ഞാൻ അഭിഷേക്. കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കാർത്തികയോട് വളരെ പേഴ്സണലായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. കാർത്തിക ഇപ്പോൾ എവിടെയാണുള്ളത്? എറണാകുളത്താണ്. ആരാണ് നിങ്ങൾ? അത് നേരിൽ പറയാം. എറണാകുളത്ത് എവിടെയാണ് താമസിക്കുന്നത്? എന്താണ് കാര്യമെന്ന് പറയൂ. അപരിചിതനായ ഒരാളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രമേഷിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാർത്തിക ഒരു നിമിഷം ചിന്തിച്ചു. ശരി, വന്നോളൂ. ഞാൻ കലൂരുള്ള പ്രിയ വിമൻസ് ഹോസ്റ്റലിലാണ്, അവൾ പറഞ്ഞു. 3 പേരും ഹരികൃഷ്ണൻ്റെ കാറിൽ അപ്പോൾ തന്നെ പുറപ്പെട്ടു. കാറിലിരുന്നു കൊണ്ട് അവർ പദ്ധതി പ്ലാൻ ചെയ്തു. 3:30 അവർ കലൂരെത്തി. കാർത്തികയെ വിളിച്ചപ്പോൾ അവൾ ഹോസ്റ്റലിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. പ്രിയ വിമൻസ് ഹോസ്റ്റലിൻ്റെ ഗേറ്റിന് വെളിയിൽ ചെന്ന് കാർ നിന്നു. സത്യനും അഭിഷേകും കാറിൽ നിന്നിറങ്ങി. നീ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം, അവൻ തലകുലുക്കി. സത്യന് അഭിഷേകം കൂടി ഹോസ്റ്റലിലേക്ക് കയറി ചെന്നു. ഞങ്ങൾ കാർത്തികയെ കാണാൻ വന്നതാണ്. കോളിംഗ് ബില്ലടിച്ചപ്പോൾ പുറത്തേക്ക് വന്ന പെൺകുട്ടിയോട് സത്യം പറഞ്ഞു. അവൾ അകത്തേക്ക് പോയി. ചേച്ചിയെ കാണാൻ 2 പേർ വന്നിരിക്കുന്നു, കാർത്തികയോട് അവൾ പറഞ്ഞു. കാർത്തിക തയ്യാറായി ഇരിക്കുകയായിരുന്നു. അവൾ റൂമിൽ നിന്നിറങ്ങി സന്ദർശക മുറിയിലേക്ക് ചെന്നു. അഭിഷേകും സത്യനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാർത്തികയല്ലേ? അഭിഷേക് ചോദിച്ചു. അതെ, ഞാൻ അഭിഷേക്. ഇതെൻ്റെ ഫ്രണ്ട് സത്യൻ. അവർ അടുത്തടുത്ത കസേരകളിലിരുന്നു. രമേശ് ചേട്ടനാണോ നിങ്ങളെ ഇങ്ങോട്ട് വിട്ടത്? അല്ല. ആരാണ് ഞങ്ങളെ വിട്ടതെന്ന് കാർത്തിക തൽക്കാലം അറിയണ്ട. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനാണ്, സത്യം പറഞ്ഞു. എന്ത് ഒത്തുതീർപ്പ്? രമേശ് സാറിൽ നിന്ന് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അഭിഷേക് ചോദിച്ചു. എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞിനും ജീവിക്കണം. അതിന് ചിലവാകുന്ന പണം അയാളെ എനിക്ക് തരണം. എത്ര രൂപ? മാസം 10,000 രൂപ. അത് നടക്കില്ല കാർത്തിക. കോടതിയിൽ പോയാലും നിങ്ങൾക്ക് ചിലവിനുള്ള പണം കിട്ടത്തില്ല. കുഞ്ഞിന് മാസം 1000-ഓ 1500-ഓ കിട്ടിയേക്കും. നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് രമേശ് സാറിൻ്റെതല്ലെന്ന് അദ്ദേഹം വാദിച്ചാൽ അതും ബുദ്ധിമുട്ടാകും, അഭിഷേക് പറഞ്ഞു. DNA ടെസ്റ്റ് നടത്തി രമേഷിൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് തെളിയിച്ചാൽ തന്നെ അതിന് 4-5 വർഷത്തെ കാലതാമസം വരും. നിങ്ങൾ ഇതുവരെ MCA പാസ്സായിട്ടില്ല, പിന്നെ എങ്ങനെ ജോലി കിട്ടും? ജോലിയില്ലാതെ നിങ്ങളെങ്ങനെ കേസ് നടത്തും? ജീവിക്കും. എനിക്ക് ജീവിക്കേണ്ട, പക്ഷേ ഞാൻ അയാളുടെ ദാമ്പത്യം തകർക്കും. ഞാൻ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളൊരു വഞ്ചകനാണെന്ന് അയാളുടെ ഭാര്യയോട് പറയും. സത്യൻ ഒന്ന് ചിരിച്ചു. അയാളുടെ ഭാര്യ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് ദയ തോന്നിയിട്ടാണ് ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടത്. എന്ത് ദയ? മനസ്സിലാകാത്ത മട്ടിൽ കാർത്തിക അവരെ നോക്കി. നിങ്ങൾ അബോർഷൻ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ആ നിമിഷം 2 ലക്ഷം രൂപ തരും. അതിന് താല്പര്യമില്ലെങ്കിൽ മാസം 1000 രൂപ വെച്ച് തന്നുകൊണ്ടിരിക്കും. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അഥവാ വീട്ടിൽ വന്ന് ശല്യമുണ്ടാക്കിയാൽ തൂക്കിയെടുത്ത് റോഡിലെറിയും, അഭിഷേക് പറഞ്ഞു. നിങ്ങളെന്നെ പേടിപ്പിക്കുകയാണോ? അല്ല, ഒരു സത്യം പറഞ്ഞെന്ന് മാത്രം. അയാൾ എന്നെ ചതിച്ചവനാണ്. അയാളെ ഞാൻ വെറുതെ വിടത്തില്ല. പക്ഷേ ജ്യോതിക്ക് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാർത്തിക, ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഞങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് സമ്മതം? 2 ലക്ഷം രൂപ ഒന്നിച്ചു വാങ്ങണോ, അതോ കുഞ്ഞിൻ്റെ ചെലവിനായി മാസം 1000 രൂപയോ? സത്യം കർശനമായ സ്വരത്തിൽ ചോദിച്ചു. എനിക്കൊന്ന് ആലോചിക്കണം. ശരി, എത്ര സമയം വേണം? നാളെ പറയാം. ഉച്ചയ്ക്ക് 12-ന് മുമ്പ് വിവരം അറിയണം. എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചാൽ മതി, അവൾ തലകുലുക്കി. അഭിഷേകും സത്യനും ഹോസ്റ്റലിൽ നിന്നിറങ്ങി. പുറത്ത് കാറിൽ ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയായിരുന്നു ഹരികൃഷ്ണൻ. കണ്ടോ? അവൻ ചോദിച്ചു. കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു, സത്യം പറഞ്ഞു. അവൾ എന്തു പറഞ്ഞു? നാളെ ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനം അറിയിക്കും. ഹരികൃഷ്ണൻ കാർ മുന്നോട്ടെടുത്തു. സന്ധ്യയ്ക്ക് മുമ്പ് അവർ ചങ്ങനാശ്ശേരിയിൽ തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ സത്യൻ്റെ റൂമിൽ ഹരികൃഷ്ണനും അഭിഷേകും സന്ധിച്ചു. കാർത്തികയുടെ തീരുമാനം അറിഞ്ഞിട്ട് ജ്യോതിയെ കാണുന്നുള്ളൂ ഞാൻ, ഹരികൃഷ്ണൻ പറഞ്ഞു. അവർ കാർത്തികയുടെ ഫോൺ കോൾ പ്രതീക്ഷിച്ച് അവിടെ അക്ഷമരായി കാത്തിരുന്നു. 11:30 അഭിഷേകിൻ്റെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. അത് കാർത്തികയുടെ വിളിയായിരുന്നു. അഭിഷേക് ആ കോൾ എടുത്തു. ഹലോ, മിസ്റ്റർ അഭിഷേകാണോ? കാർത്തിക ചോദിച്ചു. അതെ, ഞാൻ കാർത്തികയാണ്. നിങ്ങൾ പറഞ്ഞ ഒരു പ്രൊപ്പോസൽ ഞാൻ അംഗീകരിക്കുന്നു. അബോർഷൻ നടത്താം, പക്ഷേ 3 ലക്ഷം രൂപ എനിക്ക് അതിനു മുമ്പ് തരണം. അതേക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ശരി, ഹരികൃഷ്ണനോട് അവൻ കാര്യം പറഞ്ഞു. 3 ലക്ഷം കൊടുത്തേക്കാമടാ, ആ ശല്യം ഒഴിഞ്ഞു പോട്ടെ, ഹരികൃഷ്ണൻ പറഞ്ഞു. 2.5 പറ, അവൾ സമ്മതിക്കും, സത്യം പറഞ്ഞു. അഭിഷേക് ഉടൻ തന്നെ കാർത്തികയെ വിളിച്ചു. 2.5 ലക്ഷം രൂപ തരും, അതിൽ കൂടുതൽ കിട്ടില്ല. ഒരു നിമിഷത്തെ നിശബ്ദത. ശരി, സമ്മതിച്ചിരിക്കുന്നു, അവൾ പറഞ്ഞു. അഭിഷേക് അപ്പോൾ തന്നെ അക്കാര്യം ഹരികൃഷ്ണനെ അറിയിച്ചു. നന്നായി, ഇനി ജ്യോതിക്ക് അവളിൽ നിന്ന് ശല്യമുണ്ടാകത്തില്ലല്ലോ, ഹരികൃഷ്ണൻ ആശ്വസിച്ചു. പിറ്റേന്ന് അവൻ ക്ലാസ്സിൽ വന്നില്ല. 2.5 ലക്ഷം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. അബി, എന്താണ് ഹരിയെന്ന് പറയാഞ്ഞത്? ക്ലാസ്സിൽ വെച്ച് ഷീബ ചെന്ന് അഭിഷേകിനോട് ചോദിച്ചു. നീ ഹരിയുടെ പിന്നാലെ വെറുതെ നടക്കണ്ട പെണ്ണേ. അവൻ്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു.
അവരുടെ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടറായ പൂർണിമയാണ് വധു. സത്യം പറഞ്ഞു. ഷീബയുടെ മുഖം വിളറി വെളുത്തു. സത്യമാണോ നീ പറഞ്ഞത്? വിശ്വാസം വരാതെ അവൾ ചോദിച്ചു. സത്യമാണ് ഷീബ. നീ വേണമെങ്കിൽ സത്യനെയോ എന്നെയോ പ്രേമിച്ചോ, അഭിഷേക് കളിയാക്കി. അന്ന് രാത്രിയിൽ ഷീബ ഉറങ്ങിയില്ല. പിറ്റേന്ന് അവൾ ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിൽ ചെന്ന് രോഗിയായി രജിസ്റ്റർ ചെയ്ത് ഡോക്ടർ പൂർണിമയെ കണ്ടു. എന്താണ് ഷീബയുടെ അസുഖം? പൂർണിമ ചോദിച്ചു. അസുഖമല്ല ഡോക്ടർ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഗർഭിണിയാണ്, ദുഃഖം നടിച്ച് ഷീബ പറഞ്ഞു. ബോയ് ഫ്രണ്ട്? യെസ്, എൻ്റെ ക്ലാസ്മേറ്റാണ്. എന്നെ ഡോക്ടർ രക്ഷിക്കണം, അത് ഇല്ലാതാക്കണം. ഹരി എന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹരി? മനസ്സിലാകാതെ പൂർണിമ ചോദിച്ചു. ഹരികൃഷ്ണൻ എന്നാണ് പേര്. ഇവിടുത്തെ സുമതിക്കുട്ടി ഡോക്ടറുടെ മകനാണ്. ഇവിടെ വെച്ച് തന്നെ അബോർഷൻ നടത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ. പൂർണിമ സ്തബ്ധയായിരുന്നു. ഹരികൃഷ്ണനും ഷീബയും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? വിശ്വാസം വരാതെ പൂർണിമ ചോദിച്ചു. അതെ ഡോക്ടർ, വെറും ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങിയത്. കാരണം ഹരിക്ക് ക്ലാസ്സിൽ വേറൊരു പ്രേമബന്ധമുണ്ടായിരുന്നു. അതാരായിരുന്നു? ജ്യോതി എന്നാണ് അവളുടെ പേര്. കോളേജിൽ എല്ലാവർക്കും അതേക്കുറിച്ച് അറിയാം. പക്ഷേ അവളുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം വല്ലാത്ത നിരാശയിലായി ഹരി. ആ നേരത്താണ് അവൻ എന്നോട് അടുക്കാൻ പറ്റുന്നത്. വളരെ ഗൗരവത്തിലാണ് ഷീബ സംസാരിച്ചത്. അവൾ പറയുന്നതൊന്നും നുണയാണെന്ന് പൂർണിമയ്ക്ക് തോന്നിയില്ല. സത്യത്തിൽ എനിക്ക് ഹരിയോട് സഹതാപമായിരുന്നു. പക്ഷേ ആ സഹതാപം അവൻ മുതലെടുക്കുകയാണ് ചെയ്തത്. ജ്യോതി പോയ ഒഴിവിൽ അവൻ്റെ ഹൃദയത്തിൽ എന്നെ കുടിയിരുത്തുകയാണെന്ന് പറഞ്ഞു. അവൻ്റെ വേദന തീർക്കാൻ ഞാൻ അവനെ സഹായിച്ചു. പക്ഷേ ഷീബയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ടൊടുവിൽ ഹരികൃഷ്ണൻ കാലുമാറിയോ? ആകാംക്ഷയോടെ പൂർണിമ ചോദിച്ചു. ഉവ്വ്. ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞതോടെ അവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിചാരം. ഇപ്പോൾ അവർ പഴയതിലധികം അടുത്തു. അവൾക്ക് വേണ്ടി ചാകാനും തയ്യാറാണ് അവനിപ്പോൾ. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് പൂർണിമ ഒരു നിമിഷം ഇരുന്നു. തല പെരുക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഹരി എന്നെ തള്ളിപ്പറഞ്ഞു. ഇനി അവനെ എനിക്ക് വേണ്ട. എൻ്റെ ഉള്ളിൽ അവൻ്റെ ബീജം വളരുന്നുണ്ട്. എനിക്ക് വേണ്ട ഇനി അത്, ഉറച്ച സ്വരത്തിൽ ഷീബ പറഞ്ഞു. പ്രഗ്നൻ്റ് ആണെന്ന് എപ്പോഴാണ് ഷീബയ്ക്ക് മനസ്സിലായത്? സാധാരണഗതിയിൽ എനിക്ക് പീരീഡ്സ് വരേണ്ടുന്ന ഡേറ്റ് കഴിഞ്ഞിട്ടിപ്പം ഒരാഴ്ചയായി. ആദ്യം നമുക്കത് കൺഫേം ചെയ്യണം. ഗർഭിണിയാണോ എന്നറിഞ്ഞു മതിയല്ലോ ബാക്കി കാര്യം. ഷീബ ലാബിലേക്ക് ചെന്ന് ടെസ്റ്റിങ് യൂറിൻ കൊടുക്കൂ. പൂർണിമ ഒരു കടലാസിൽ ടെസ്റ്റിനുള്ള നിർദ്ദേശം എഴുതി ഷീബയ്ക്ക് കൊടുത്തു. കള്ളച്ചിരിച്ചിരിച്ച് അവൾ ലാബറട്ടറിയിലേക്ക് പോയി. പൂർണിമ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു. ഹരികൃഷ്ണനെ ഒട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ സുമതികുട്ടിയമ്മയ്ക്ക് കൊടുത്ത വാക്ക് മാറ്റി പറയേണ്ടി വരും. ഷീബ പോയത് നേരെ ഹോസ്റ്റലിലേക്കാണ്. റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. സബിതയും മല്ലികയും ക്ലാസ്സിലായിരുന്നു. ആരും അറിയാതെയാണ് അവൾ ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിലേക്ക് പോയത്. സബിതയോട് പറഞ്ഞേനെ, പക്ഷേ മല്ലിക അടുത്തുണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞില്ല. ഉച്ചയായപ്പോൾ സബിതയും മല്ലികയും ഊണഴിക്കാൻ ഹോസ്റ്റലിലേക്ക് വന്നു. നിന്റെ വയറുവേദന എങ്ങനെ ഇരിക്കുന്നു? സബിത ചോദിച്ചു. കുറവുണ്ട്. വയറുവേദന അഭിനയിച്ചാണ് അവൾ രാവിലെ കോളേജിലേക്ക് പോകാതിരുന്നത്. എന്നാൽ മെസ്സിലേക്ക് പോകാം, വല്ലതും കഴിക്കണ്ടേ? സബിത പറഞ്ഞു. മല്ലിക കാത്തു നിൽക്കുന്നത് ഷീബ കണ്ടു. താൻ ചെല്ലടോ, ഞങ്ങൾ വന്നേക്കാം, അവൾ പറഞ്ഞു. മല്ലിക മെസ്സിലേക്ക് പോയി. എനിക്ക് വയറുവേദനയൊന്നും ഇല്ലായിരുന്നടേ, എഴുന്നേറ്റ് ചെന്ന് വാതിലടച്ചിട്ട് ഷീബ പറഞ്ഞു. പിന്നെ? അത്ഭുതഭാവത്തിൽ സബിത അവളെ നോക്കി. ഞാൻ ആ ഡോക്ടർ പൂർണിമയെ കാണാൻ. ഹരി അവളെ കെട്ടാൻ പോവല്ലേ? ഞാനൊരു നമ്പർ ഇറക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് നമ്പർ? പൂർണിമയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ സബിതയോട് പറഞ്ഞു. നീ ലാബിൽ ചെന്ന് യൂറിൻ കൊടുത്തോ? സബിത ചോദിച്ചു. കൊടുത്തു. റിസൾട്ട് അറിയാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ നിനക്ക് മണ്ടത്തരം പറ്റി. റിസൾട്ട് കിട്ടുമ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലാകത്തില്ലേ നീ പറഞ്ഞതെല്ലാം നുണയാണെന്ന്? നീ ചെന്ന കാര്യം ഹരി അറിയുകയും ചെയ്യും. എന്തിനായിരുന്നു വെറുതെ? സബിത അവളെ കുറ്റപ്പെടുത്തി. പെട്ടെന്ന് ഷീബ പൊട്ടിച്ചിരിച്ചു. നീ വിചാരിക്കുന്നത്ര മണ്ടിയല്ല മോളെ ഞാൻ. പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ ഡോക്ടർ പൂർണിമ അത് കണ്ണടച്ച് വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ലാബിൽ കൊടുക്കാൻ ഇവിടുന്ന് സാമ്പിളുമായിട്ടാണ് ഞാൻ പോയത്. മനസ്സിലാകാത്തതുപോലെ സബിത അവളെ നോക്കി. ചെറിയ കുപ്പിയിൽ രാജശ്രീ ചേച്ചിയുടെ യൂറിൻ വാങ്ങിക്കൊണ്ടാണ് ഞാൻ പോയത്. ലാബിൽ അതാണ് കൊടുത്തത്. ഷീബ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഗവേഷണ വിദ്യാർത്ഥിയാണ് രാജശ്രീ. 4-5 മാസം മുമ്പാണ് അവളുടെ വിവാഹം കഴിഞ്ഞത്. അവളിപ്പോൾ ഗർഭിണിയാണ്. എടി ഭയങ്കരി, അഭിനന്ദന ഭാവത്തിൽ സബിത അവളെ വിളിച്ചു. ഷീബയുടെ കയ്യിൽ പല കളികളും ഉണ്ടടി. അത് ഓരോന്നായി ഞാൻ പുറത്തെടുക്കാൻ പോവാണ്. അവൻ വേറൊരു പെണ്ണിനെയും സ്നേഹിക്കാനും സമ്മതിക്കത്തില്ല. ഷീബയുടെ കണ്ണുകളിൽ പക കത്തിയെരിഞ്ഞു. ഉച്ചയ്ക്കുള്ള ഇൻ്റർവെൽ സമയത്താണ് ജ്യോതിയോട് സംസാരിക്കാൻ ഹരികൃഷ്ണന് സമയം കിട്ടിയത്. ജ്യോതി വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവർ മെല്ലെ ലൈബ്രറിയിലേക്ക് നടന്നു. ഞങ്ങൾ പോയി കാർത്തികയെ കണ്ടു, ഹരികൃഷ്ണൻ പറഞ്ഞു. സത്യമാണോ ഞാൻ അറിഞ്ഞതെല്ലാം? ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു. അതെ, അവളും ചില്ലറക്കാരിയൊന്നുമല്ല. രമേശിനെ അവൾ ട്രാപ്പിലാക്കിയതാവാനാണ് സാധ്യത. അത് കേട്ടപ്പോൾ അവൾക്ക് ഇത്തിരി ആശ്വാസം തോന്നി. രമേശ് ഏട്ടൻ നിരപരാധിയാണെങ്കിൽ ക്ഷമിക്കാം. ആ ബന്ധം ഇനി തുടരാതിരുന്നാൽ മാത്രം മതി. എന്തു പറഞ്ഞു അവൾ? രമേഷിനെയോ ജ്യോതിയെയോ അവൾ ഇനി ശല്യപ്പെടുത്തുകയില്ല. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു, അവൻ പറഞ്ഞു. അതിനുവേണ്ടി ഹരി എന്താണ് ചെയ്തത്? എനിക്കറിയണം, അവൾ നിർബന്ധം പിടിച്ചു. ഇപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും അവസരമുണ്ടായാൽ മാത്രം ഞാൻ പറയാം.
അഭിയും സത്യനും കൂടിയാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ജ്യോതി അല്പനേരം നിശബ്ദമായി നടന്നു. ഹരിക്ക് ഞാനൊരു ശല്യമായി അല്ലേ? പെട്ടെന്ന് മുഖമുയർത്തി അവൾ ചോദിച്ചു. ഇല്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ജ്യോതിക്ക് എന്ത് സഹായം ആവശ്യമുണ്ടായാലും എന്നോട് പറയണം. ഒരു മടിയും വേണ്ട. രമേശേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ഇനി രമേശേട്ടൻ ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവൾ ലൈബ്രറിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ ക്ലാസ്സിലേക്ക് പോവാം ഹരി. എന്തെങ്കിലും വായിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒരു കാര്യം ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാം നേരെയാകും. ശുഭാപ്തി വിശ്വാസം വേണം, ഹരികൃഷ്ണൻ പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. വേദന നിറഞ്ഞ ചിരിയായിരുന്നു അത്. ജ്യോതി ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോകുന്നത് നോക്കി ഹരികൃഷ്ണൻ നിന്നു. അപ്പോഴേക്ക് അഭിഷേകും സത്യനും വന്നു. നമുക്ക് ബാങ്കിൽ പോകണ്ടേ? അഭിഷേക് ചോദിച്ചു. പോണം. ഞാൻ ചെക്ക് ഒപ്പിട്ട് തന്നാൽ പോരെ? മതി. കാർത്തിക വരുമോ എന്ന് സത്യൻ ചോദിച്ചു. വരും. അവൾക്ക് കാശിന് ആവശ്യമുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിന് മുമ്പിൽ കാർത്തിക ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. അവൾ നേരെ ഡോക്ടർ പൂർണിമയുടെ കൺസൾട്ടിംഗ് റൂമിലേക്കാണ് ചെന്നത്. പക്ഷേ വേറെ രോഗികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും അരമണിക്കൂറിലേറെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് പൂർണിമയെ കാണാൻ സാധിച്ചത്. കാർത്തികയെ കണ്ട് പൂർണിമ ഒന്ന് പകച്ചു. എന്താ കാർത്തികേ, ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ട് വീണ്ടും എത്തിയോ? ഇത്തവണ പഴയതുപോലെയല്ല ഡോക്ടറെ. ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്ത് തീരുമാനങ്ങൾ? എൻ്റെ വയറ്റിൽ വളരുന്ന ജീവൻ ആവശ്യമില്ലാത്തതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഡോക്ടർ അത് ഇല്ലാതാക്കി തരണം. പൂർണിമ ഒന്നും മിണ്ടിയില്ല. ഞാനിത് ഇല്ലാതാക്കിയില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ അതൊരു ഭീഷണിയായിരിക്കും. എന്നെ കൊല്ലാൻ പോലും അവർ മടിക്കത്തില്ല, കാർത്തിക പറഞ്ഞു. പൂർണിമ ഒന്ന് ഞെട്ടി. അവരോ? അതാരാണ്? അഭിഷേകും സത്യനും. ഒന്നുകിൽ രമേശേട്ടൻ്റെയോ അല്ലെങ്കിൽ ജ്യോതിയുടെയോ ആൾക്കാരാണ് അവർ. എന്നെ കാണാൻ 2 പേരും കൂടി വന്നു. 2.5 ലക്ഷം രൂപയാണ് പ്രതിഫലമായി അവർ എനിക്ക് തരുന്നത്. ഞാനത് വാങ്ങിയില്ലെങ്കിൽ അവർ എന്നെ കൊന്നുകളയും. അഭിഷേകും സത്യനും അവർ ആരാണ്? പൂർണിമയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഡോക്ടർ എന്നെ അഡ്മിറ്റാക്കണം. കഴിയുമെങ്കിൽ നാളെ തന്നെ അത് ചെയ്യണം. എല്ലാം കഴിഞ്ഞ ശേഷം അവർ പണം തന്നില്ലെങ്കിലോ? പൂർണിമ ചോദിച്ചു. തരും. എൻ്റെ പേരിലെടുത്ത ബാങ്ക് ഡ്രാഫ്റ്റുമായി അവർ വരും. ഉടൻ തന്നെ അവളെ പൂർണിമ അഡ്മിറ്റ് ചെയ്തു. അഭിഷേകും സത്യനും വരുമ്പോൾ കൈയോടെ പിടികൂടണം. ആർക്കു വേണ്ടിയാണ് അവർ ഈ അധോലോക പ്രവർത്തനം നടത്തുന്നതെന്ന് അറിയണം. കാർത്തികയെ വാർഡിലേക്ക് വിട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഹരികൃഷ്ണൻ്റെ കാർ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ജനാലയിലൂടെ പൂർണിമ കണ്ടു. കാറിൽ നിന്ന് ഹരികൃഷ്ണനും പിന്നാലെ അഭിഷേകും സത്യനും ഇറങ്ങി. 2 പേരെയും മുമ്പ് പൂർണിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹരികൃഷ്ണൻ കാറിനടുത്ത് നിന്നതേയുള്ളൂ. അഭിഷേകും സത്യനും രജിസ്ട്രേഷനിലേക്ക് ചെന്നു. കാർത്തിക എന്നൊരു പേഷ്യൻറ്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അഭിഷേക് ചോദിച്ചു. രജിസ്ട്രേഷനിലുണ്ടായിരുന്ന പെൺകുട്ടി കമ്പ്യൂട്ടറിൽ ആ പേര് അടിച്ചു നോക്കി. കാർത്തിക, 22 വയസ്സ്, എറണാകുളം. അതാണോ? അവൾ ചോദിച്ചു. അതെ. ഏത് റൂമിലാണ്? 36. താങ്ക് യു. 36-ാമത്തെ മുറിയിലേക്ക് അഭിഷേകും സത്യനും ചെന്നു. കാർത്തിക അവിടെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ അകത്തേക്ക് വരട്ടെ? അഭിഷേക് ചോദിച്ചു. ഒന്നും മിണ്ടാതെ കാർത്തിക ഒരു വശത്തേക്ക് മാറി നിന്നു. 2 പേരും അകത്തേക്ക് കയറി. സത്യം വാതിലടച്ചു. ഞങ്ങൾ പറഞ്ഞതുപോലെ കാർത്തിക ഇവിടെ വന്ന് അഡ്മിറ്റായതിൽ സന്തോഷമുണ്ട്. ഞങ്ങളും വാക്കുപാലിക്കും. അഭിഷേക് പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് അവൾക്ക് കൊടുത്തു. തുറന്നു നോക്കിയിട്ട് തിരിച്ചു തരണം. കാർത്തിക ആ കവർ തുറന്നു നോക്കി. അവളുടെ പേരിലെടുത്ത 2.5 ലക്ഷത്തിൻ്റെ ബാങ്ക് ഡ്രാഫ്റ്റായിരുന്നു അത്. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും മുമ്പ് ഞങ്ങളിത് നിങ്ങൾക്ക് തരും. ഡ്രാഫ്റ്റ് തിരികെ വാങ്ങിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു. എന്നെ ചതിച്ചാൽ 2 പേരെയും വെറുതെ വിടത്തില്ല ഞാൻ, കാർത്തിക ചീറി. ഇല്ല, ഞങ്ങളെ വിശ്വസിക്കാം, സത്യം പറഞ്ഞു. അഭിഷേകും സത്യനും വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കാർത്തിക വാതിലടച്ചു. അപ്പോഴാണ് അവളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അവൾ അതെടുത്തു നോക്കി. രമേശാണ് വിളിച്ചത്. കഥ തുടരും.